വേദാന്തത്തിലെ മൂലതത്വങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളുടെ ഒരു വിശ്ലേഷണം ഈശ്വരനെയും പ്രപഞ്ചത്തെയും ജീവാത്മാവിനെയും കുറിച്ചാണ് പ്രായണ ശാസ്ത്രങ്ങളുടെ വിചാര വിഷയമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതില് സ്വരൂപത്തിൽ പറയുമ്പോ ഈ മൂന്ന് തത്വങ്ങളും പരമാത്മ സ്വരൂപത്തിൽ അല്ലെങ്കിൽ ബ്രഹ്മത്തിൽ ആത്മാവിൽ ഒന്നാണ്. ബ്രഹ്മമെന്ന ശബ്ദവും ആത്മാവെന്ന ശബ്ദവും പരമാത്മാവെന്ന ശബ്ദവും ഒക്കെ സാമാന്യേന വേദാന്തത്തിൽ പര്യായങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിന്റെ ഓരോന്നിന്റെയും ചില അർത്ഥവ്യത്യാസങ്ങളും പറയാനുണ്ട്. അത് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള അർത്ഥവ്യത്യാസമാണ്. നമ്മൾ പറഞ്ഞു വെച്ചത് പരമാത്മാവിന്റെ സ്വരൂപം വേദാന്തം പറയുന്നതിനെ കുറിച്ചാണ്. സത്ത്, ചിത്ത, ആനന്ദം, അനന്തം എന്ന 4 സ്വരൂപ ലക്ഷണങ്ങൾ പരമാത്മാവിന് പറയുന്നു. ഈ 4 ലക്ഷണങ്ങളെ വേദാന്തം പരിഭാഷിക്കുന്നത് സ്വരൂപ ലക്ഷണങ്ങളല്ല. സ്വരൂപ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ അതിനർത്ഥം എസൻഷ്യൽ നേച്ചർ എന്ന അർത്ഥത്തിലാണ്. which cannot be separated or changed. ഏതൊന്നിന്റെ സ്വരൂപ ലക്ഷണം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അതിൽ നിന്ന് മാറുകയോ അതിൽ പരിവർത്തനം വരികയോ ചെയ്യുന്നില്ല എന്നർത്ഥം. നാം കാണുന്നതിനെ നാം അറിയുന്നത് എന്താണ്, കാണുന്നത് എന്താണ്, അത് അങ്ങനെ തന്നെ ഇരിക്കുന്നുവെങ്കിൽ അതതിന്റെ സ്വരൂപ ലക്ഷണം. ഉദാഹരണത്തിന് അഗ്നിയുടെ ചൂട്, തീയുടെ ചൂട് എന്നത് അതിന്റെ സ്വരൂപ ലക്ഷണമാണ്. സൂര്യന്റെ പ്രകാശം എന്നത് നമുക്കറിയാവുന്ന ഒരു വസ്തു എന്ന രീതിയിൽ അതിന്റെ സ്വരൂപ ലക്ഷണമാണ്. ഇങ്ങനെ അങ്ങനെയുള്ള ഈ സത്തും ചിത്തും ആനന്ദവും ഇത് സ്വരൂപം തന്നെയാണ്, അനന്തമാണത്. അതെങ്ങനെയാണ് വേദാന്തം പറയുന്നത് എന്നാണ് ഇപ്പോ ഇവിടെ ചിന്തിച്ചത്. സ്വരൂപ ലക്ഷണം സച്ചിത്ത് ആനന്ദമായത് കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ 3ലും ഈശ്വരനിലും പ്രപഞ്ചത്തിലും ജീവാത്മാക്കളിലും പരമാത്മാവിന്റെ ബ്രഹ്മത്തിന്റെ ഈ സ്വരൂപം വ്യാപ്തമായിരിക്കണം. അതായത് അത് ഉണ്ടായിരിക്കണം എന്നാണ്. ഈശ്വരൻ സത്തായിരിക്കും, ചിത്തായിരിക്കും, ആനന്ദ സ്വരൂപമായിരിക്കും. പ്രപഞ്ചവും സത്തായിരിക്കും, അൾട്ടിമേറ്റ്ലി സത്തായിരിക്കും, ചിത്തായിരിക്കും, ആനന്ദ സ്വരൂപമായിരിക്കും. ജീവാത്മാവും സത്തും ചിത്തും ആനന്ദവുമാണ്. ഇത് ആസ് പെർ ദ തിയറി നമ്മൾ അങ്ങനെ തിയറിറ്റിക്കലി ആദ്യം അത് അക്സെപ്റ്റ് ചെയ്തു. ഇങ്ങനെ ആയിരിക്കണം. കാരണം എന്താണ്? ഈ മൂന്ന് രൂപത്തിൽ കാണുന്നത് ബ്രഹ്മത്തിന്റെ തന്നെ ഭാവത്തിലാണ്. ആത്മശബ്ദവും ബ്രഹ്മശബ്ദവും പര്യായങ്ങളാണെന്ന് പറഞ്ഞു. ആത്മശബ്ദം എന്ന് പറയുമ്പോ ആത്മാവെന്ന അർത്ഥത്തിൽ നമ്മുടെ ചൈതന്യത്തെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്വരൂപം എന്ന രീതിയിൽ ആത്മാവെന്ന് പറയുന്നു. ബ്രഹ്മം എന്ന് പറയുമ്പോൾ വ്യാപക തത്വം എന്ന രീതിയിൽ ബ്രഹ്മം.
അത്രയാണ് ഈ ബ്രഹ്മശബ്ദത്തിന്റെ അർത്ഥം. ബ്രഹ്മി വൃദ്ധവും വൃദ്ധതമത്വാത് വ്യാപ്തതമത്വാത് ബ്രഹ്മ എന്നാണ് ഈ ബ്രഹ്മശബ്ദത്തിന് അർത്ഥം പറയുന്നത് ഭാഷകാരൻ. എല്ലാ സ്ഥലത്തും വ്യാപ്തമായിരിക്കുന്നത് എന്ന അർത്ഥം മാത്രമാണ് ഈ ബ്രഹ്മശബ്ദത്തിനുള്ളത്. എന്നാൽ ആ ശബ്ദം തന്നെ ആത്മരൂപത്തിൽ പ്രയോഗിക്കുമ്പോ ബ്രഹ്മശബ്ദത്തിലുള്ള അർത്ഥം തന്നെ ആത്മാവിലും അറിയുന്നു, സ്വയം അറിയുന്നു എന്ന അർത്ഥം അവിടെ വരും. ഇനി നാം ചിന്തിക്കാൻ പോകുന്നത് ഈ സത്ജിത്ത് ആനന്ദങ്ങളുടെ അനുഭവം എങ്ങനെയാണ് നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. ഈ സർവസമഗ്ര വേദാന്ത എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഗ്രന്ഥമുണ്ട്. എന്റെ മുന്നിലുള്ളത് ആ ഗ്രന്ഥമാണ്. ഇത് വേദാന്ത ഭാഷ്യത്തിലെ ശങ്കരാചാര്യ സ്വാമികൾ എഴുതിയ ഭാഷ്യത്തെ വളരെ സംക്ഷിപ്തമായി ക്രോഡീകരിച്ച വേദാന്ത പ്രബോധം എന്നൊരു പുസ്തകം ദക്ഷിണാംനായ ശൃംഗേരി പീഠത്തിൽ തന്നെ ദീക്ഷിതനായിരുന്ന പരമാനന്ദ ഭാരതി സ്വാമികൾ എന്ന സ്വാമിജി 10-20 വർഷം റിസർച്ച് ചെയ്ത് അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥമാണ് വേദാന്ത പ്രബോധം. അത് കന്നഡ ഭാഷയിൽ എഴുതി, പിന്നെ അത് ഇംഗ്ലീഷില്, ഹിന്ദിയില്, തെലുങ്കില്, ഗുജറാത്തിയില്, സംസ്കൃതത്തില്, മലയാളത്തില്, തമിഴില്, ഇങ്ങനെ അനേകം ഭാഷകളിൽ അത് അനുവാദം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മലയാളത്തിൽ ഒരു ഗ്രന്ഥമാണ്. അത് ഒരു വലിയ പുസ്തകമാണ്. വേദാന്ത പ്രബോധം ബൈ പരമാനന്ദ ഭാരതി എന്നാണ് അതിന് പറയാ. അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ഹെറിറ്റേജ് ബുക്സ് എന്ന് പറയുന്ന ബുക്സ് ആണ് അത് ഒരു 5-6 വർഷം മുമ്പ് പബ്ലിഷ് ചെയ്തത്. അത് നമ്മുടെ ആർഷവിദ്യാ പ്രതിഷ്ഠാനത്തിലും അല്ലെങ്കിൽ അത് മുഖേനയും നമുക്ക് ഉപലബ്ധമാക്കാവുന്നതാണ്. ആ കഴിഞ്ഞ താല്പര്യമുണ്ടെങ്കിൽ അജയകുമാർജിയായിട്ട് ബന്ധപ്പെട്ടത്. അത് വലിയ പുസ്തകമാണ്. അതിന്റെ പ്രത്യേകത, ഈ സ്വാമിജികള് പൂർവാശ്രമത്തിൽ അദ്ദേഹം സന്യാസം എടുത്തതിന് മുമ്പ് ചെന്നൈ IIT-യിലെ റിസർച്ച് സയന്റിസ്റ്റ് പ്രൊഫസർ ആയിരുന്നു. അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട്, അതായത് സയൻസിന്റെ ഒരു വലിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് സയൻസിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി വിദേശത്തൊക്കെ പോയി അങ്ങനെ വലിയ വലിയ സഭകളിൽ പേപ്പറൊക്കെ സബ്മിറ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ ചില കണ്ടുപിടുത്തങ്ങളൊക്കെ ഉള്ള അവരെ വലിയ സയന്റിസ്റ്റ് ആയിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു പരമ്പര ശൃംഗേരിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നത് കാരണം ആചാര്യസ്വാമികളുടെ ആ പ്രഭാവത്തില് അൾട്ടിമേറ്റ്ലി അദ്ദേഹം വേദാന്തത്തിലേക്ക് വരികയും പിന്നെ സന്യാസം എടുക്കുകയുണ്ടായി. ഈ ഒരു 2 വർഷം മുമ്പാണ് അദ്ദേഹത്തിന്റെ സമാധി സംഭവിച്ചത്. ബാംഗ്ലൂരിൽ 88 വയസ്സോളം പ്രായമുണ്ടായിരുന്നു സമാധിയാകുമ്പോൾ. അപ്പൊ അദ്ദേഹത്തിന് ഈ സയൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ ഈ പുസ്തകം വളരെ ലോജിക്കലി നമുക്ക് വായിച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ വ്യക്തമാകുന്ന രീതിയിൽ ഒരു നല്ല ഒരു ടീച്ചർ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നുള്ള രീതിയിൽ വളരെ നന്നായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഭാഷ്യത്തിൽ നിന്ന് ഉപയുക്തമായിട്ടുള്ള ഉദ്ധരണങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഗ്രന്ഥത്തിന്റെ പ്രത്യേകത. മറ്റ് ഗ്രന്ഥങ്ങളിലും മറ്റ് വിഷയങ്ങളിലും ഒന്നും കാണുകയും സംസാരിക്കാതെ ഭാഷ്യ അധിഷ്ഠിതമായിട്ട് തന്നെ ശുദ്ധമായിട്ട് അത് പറഞ്ഞു. അതായത് ആക്ച്വൽ വേദാന്തത്തിന്റെ ടെർമിനോളജീസ്, അതിന്റെ അതിന്റെ പ്രക്രിയ എന്താണ് എന്നൊക്കെയുള്ള വളരെ നന്നായിട്ട് പറഞ്ഞൊരു ഗ്രന്ഥമാണ്. പക്ഷെ അത് സാധാരണ വായിക്കുമ്പോൾ കുറച്ച് വിസ്തരിച്ച ഒരു ഗ്രന്ഥമായതുകൊണ്ട് അതിനെ ചുരുക്കി ചെറിയ ചെറിയ സഭകളിലും പുതിയ ആൾക്കാർക്ക് വേദാന്തം പരിചയപ്പെടുത്താനും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് തന്നെ നമ്മുടെ ഒക്കെ അനുരോധപ്രകാരം അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് തന്നെ അദ്ദേഹം അതിനെ സരള സമഗ്ര വേദാന്തം എന്ന് എഴുതി ചെറിയൊരു ഗ്രന്ഥം ഉണ്ടായി. ഈ ഗ്രന്ഥം ഇപ്പോ ഹിന്ദിയിൽ മാത്രമാണ് ഉപലബ്ധമുള്ളത്. കാരണം അത് ഇനി മറ്റു ഭാഷകളിലേക്ക് അനുവാദം ചെയ്യണം. അപ്പൊ ഇതിന്റെ എഡിറ്റിംഗും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. കാരണം അദ്ദേഹം അത് എന്നെ ഏൽപ്പിച്ചിട്ടാണ് അന്ന് അദ്ദേഹത്തിന്റെ എന്താ പറയാ
മരണാസന്നായിരിക്കുമ്പോ സമാധിയിൽ പോകാനുള്ള ദിവസങ്ങൾ അടുത്തിരിക്കുമ്പോൾ തന്നെ ഞാൻ പോയി കാണുകയും അദ്ദേഹം എന്നോട് പറയുകയും ചെയ്തതനുസരിച്ച് ഞാൻ അതിനെ അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയിട്ട് അതിനെ പ്രകാശനം ചെയ്യിപ്പിച്ചു. ചൗക്കുകയാണ് പ്രകാശനം ചെയ്തത്. ഈ ഗ്രന്ഥത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും അറിവിടാത്ത, വേദാന്തത്തിൽ ഒന്നും അറിവിടാത്ത ഒരാളിന് വേദാന്തത്തിന്റെ അനുഭവങ്ങൾ എങ്ങനെ അറിയാൻ പറ്റും, വേദാന്തത്തിൽ എങ്ങനെ പ്രവേശിക്കാൻ പറ്റുമെന്ന് ആ ഒരു ബേസിക് നോളേജ്, അത് അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ബേസിക് നോളേജ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് സരളസമുദ്ര വേദാന്തം എന്നുള്ള ഗ്രന്ഥത്തിൽ ഉദ്ദേശിച്ചത്. അപ്പൊ അതിലെ സമഗ്ര വേദാന്തത്തിന്റെ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്ത് വളരെ സരളമായിട്ട് അത് പഠിപ്പിക്കുന്നു. അപ്പൊ വേദാന്തത്തിന്റെ വിഷയം എന്ന് ചോദിച്ചാൽ ഒറ്റ വിഷയം ആണിപ്പോ നമുക്ക് പറയാൻ പറ്റുന്നത്, അത് ബ്രഹ്മജ്ഞാനം തന്നെയാണ്. അതിനെ 3 രീതിയിൽ വ്യാഖ്യാനിക്കുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഈ 3 രീതിയിൽ വ്യാഖ്യാനിക്കുന്നതിൽ 3 സംബന്ധങ്ങളുണ്ട്. അതായത് കണക്ഷൻസ്, ഈശ്വരനും ജീവനുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ പറഞ്ഞു. പ്രതിബിംബവാദവും അവച്ഛേദവാദവും ഒക്കെ. പ്രപഞ്ചവും ഈശ്വരനുമായിട്ടുള്ള കണക്ഷൻ പറയുമ്പോൾ കാര്യകാരണവാദം പറഞ്ഞു, കോസ് ആൻഡ് എഫക്ട് തിയറി. അതുപോലെ പ്രപഞ്ചവും ജീവനുമായിട്ടുള്ള ബന്ധം പറയുമ്പോൾ കർമ്മഫലം അല്ലെങ്കിൽ ഭോഗ്യ ബന്ധം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഒരു 3 രീതിയിലാണ് അതിനെ പറയാൻ കഴിയും. ഇതിന്റെ തന്നെ പലതരത്തിലുള്ള വ്യാഖ്യാനമാണ് സാധന, പലതരത്തിലുള്ള തരത്തിൽ വ്യാഖ്യാനമാണ് ശാസ്ത്രം വരുന്നത്. ഇപ്പൊ സർവവ്യാപകമായിട്ടുള്ള സച്ചിദാനന്ദ സ്വരൂപമായിട്ടുള്ള ഈ ആത്മാവിനെ നാം അറിയുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ആത്മാവ് നമ്മളിലുണ്ടോ, പ്രപഞ്ചത്തിലുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാൻ നമുക്ക് അവസരമുണ്ട്. അതായത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ അത് അറിയണമല്ലോ. പ്രപഞ്ചത്തിലുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തൽക്കാലം നമ്മുടെ ബുദ്ധി കൊണ്ട് നോക്കി കണ്ടറിയാൻ വേണ്ടി. കാരണം പ്രപഞ്ചത്തില് സത്ത ഉള്ളതായിട്ട് നമുക്കറിയാം. കാരണം പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെല്ലാം ഉണ്ട്. ഈ നമ്മൾ പ്രയോഗിക്കാറുണ്ട്, പ്രയോഗിക്കാറുണ്ട്. അപ്പൊ ഉണ്ട് എന്നുള്ളതാണ്, പ്രപഞ്ചം ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്, എല്ലാവർക്കും സംശയം. പക്ഷെ പ്രപഞ്ചത്തിൽ ചൈതന്യം ഉണ്ടോ, കോൺഷ്യസ്നെസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് സാധാരണ രീതിയിൽ അറിയാൻ വേണ്ട. അത് വേദാന്ത പ്രക്രിയയിലൂടെ പഠിച്ച് അറിയേണ്ടതാണ്. അപ്പൊ അത് കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് ചിന്തിക്കേണ്ട വിഷയമാണ്. അപ്പൊ ചൈതന്യവും അതിലുണ്ട്. കാരണം ബ്രഹ്മമാണ് പ്രപഞ്ചത്തിന്റെ കോസ് എന്നുള്ളത്. അതുപോലെ തന്നെ ആനന്ദത്തിന്റെ രൂപവും അതിലുണ്ട്. അതിന്റെ കോസ് കാരണദൃഷ്ടിയിൽ നോക്കുമ്പോ, കാരണരൂപത്തിൽ നോക്കുമ്പോ അത് അനന്തവുമാണ്. നേരത്തെ ആയുഷിന്റെ തിയറി പറഞ്ഞതുപോലെ ഒന്നും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല, ഒന്നും ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നില്ല എന്ന സിദ്ധാന്തം അനുസരിച്ച് നോക്കുമ്പോ ആക്ച്വലി ഈ പ്രപഞ്ചവും അനന്തമാണ്. അത് ഭൗതിക ശാസ്ത്രം തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് പഠിക്കുമ്പോ നമ്മൾ ഭൗതിക ശാസ്ത്രത്തിന്റെയും സഹായം എടുക്കാം. കാരണം ഭൗതിക ശാസ്ത്രവും ഇതിന്റെ ചില ലെവലുകളിൽ ചിന്തിച്ചിരിക്കും. ബ്രഹ്മത്തെ കുറിച്ചെല്ലാം ചിന്തിച്ചിരിക്കുന്നവര് അവര് ആറ്റംസോ അല്ലെങ്കിൽ അതിന്റെ മോളിക്യൂൾസോ അല്ലെങ്കിൽ പാർട്ടിക്കിൾസോ അല്ലെങ്കിൽ തിയറിയോ ഇങ്ങനെയൊക്കെ ഉള്ള തിയറിയൊക്കെ അനുസരിച്ചും അതുപോലെ മറ്റ് പുതിയ നിയോ സയൻസ് അനുസരിച്ചുള്ള തിയറികളിലൊക്കെയാണ് അവർ ചിന്തിച്ചിരിക്കുന്നത് വെക്കാൻ. അങ്ങനെയും നമുക്ക് ചില സന്ദർഭത്തിൽ എടുക്കാം. അതൊരു വ്യതിരിച്ച വിഷയമാണ്. അപ്പൊ അറ്റ് സഡൻ നമുക്ക് ഇപ്പൊ തന്നെ ഈ വിഷയത്തെ മനസ്സിലാക്കാൻ ഉടനെ പ്രപഞ്ചത്തെ അറിഞ്ഞിട്ട് പറ്റും. അപ്പൊ പ്രപഞ്ചത്തെ അറിയുന്നതിലൂടെ ബ്രഹ്മജ്ഞാനം എടുക്കാൻ പറ്റും, അറിയാൻ പറ്റും. പക്ഷെ അങ്ങനെ എടുത്ത് പറയാൻ തൽക്കാലത്തെ നമ്മുടെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ അറിവ് അതിന് പോരാൻ ഒരുപാട് സമയമുണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും എളുപ്പം അറിയാൻ കഴിയുന്നത് നമ്മളിലൂടെ തന്നെയാണ്. നമ്മളിലൂടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധി, നമ്മുടെ അഹങ്കാരം ഇങ്ങനെയൊക്കെ പറയുന്ന സാമഗ്രികൾ നമുക്കുണ്ട്. ഇതൊക്കെ നമ്മള് പ്രയോഗിക്കുന്നുണ്ട്. പ്രയോഗിച്ച് അതിന്റെ ഫലവും ദുഷ്പരിണാമവും പരിണാമവും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതുമായിട്ട് വളരെ അടുത്തിരിക്കുകയാണ്. ഈ ശരീരവും മനസ്സും പ്രവർത്തനവും ഒക്കെ ആയിട്ട് നമുക്ക് വളരെ അടുപ്പമുണ്ട്. ഇതിൽ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടേതാണെന്നുള്ള വിചാരവും നമുക്ക് നല്ല സംശയവും. ശരീരത്തിൽ ഒരു വേദന ഉണ്ടായാൽ അത് എനിക്കാണ് വേദന ഉണ്ടാവുന്നത്. അതായത് വളരെ പ്രാക്ടിക്കലായിട്ടും നമ്മൾ മെറ്റീരിയൽ അനുഭവമായിട്ട് പറയുകയാണെങ്കിൽ, ഭൗതിക അനുഭവമായിട്ട് പറയുകയാണെങ്കിൽ ഇത് സത്യമായിട്ടുള്ളതായിട്ടുള്ള അനുഭവമായിട്ട്
ആർക്കും ഈ വിഷയത്തിന് സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വേദാന്തം എന്താ ചെയ്യുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു, വേദാന്തം വളരെ പ്രാക്ടിക്കലായിട്ട് റിയലിസ്റ്റിക് ആയിട്ടാണ് ചിന്തിക്കുന്നത്. ഒരു കൽപ്പനയ്ക്കും യാതൊരു സ്പേസും വേദാന്തത്തിൽ ഇല്ല. കൽപ്പന എന്ന് പറയുന്നത് നോട്ട് ആപ്ലിക്കബിൾ ആണ്. അവിടെ ഒരു വിഷയമേ ഉള്ള കൽപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അറിയാനുള്ള ചില വഴികൾ വേണം. പലപ്പോഴും നമുക്ക് ചില അനുഭവങ്ങളുണ്ട്, നമുക്ക് അറിവുകളുണ്ട്, അറിവുകൾ കിട്ടുന്നേ. ആ അറിവുകളെ അറിവുകളായിട്ട് തിരിച്ചറിയാം. ശരിയായിട്ടുള്ള അറിവിനെ അറിവായിട്ട് തിരിച്ചറിയാം. തെറ്റായിട്ടുള്ള അറിവിനെ അറിവായിട്ട് തിരിച്ചറിഞ്ഞാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനെയാണ് മിഥ്യാജ്ഞാനം എന്ന് വേദാന്തം. എന്താണോ റിയൽ അതിനെ റിയൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്താണോ അൺറിയൽ അതിനെ റിയൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഈസിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വ്യവഹാരത്തില് ഈസിയാണ്, നമുക്കറിയാം. അതുകൊണ്ട് ആ വ്യവഹാരം പെട്ടെന്ന് നടക്കുന്നത് കൊണ്ട് റിയലിന് അൺറിയൽ ആയിട്ട്, അല്ലെങ്കിൽ റിയലിന് അൺറിയൽ ആയിട്ട് എന്ന് പറയുന്ന അതിനെ അക്സെപ്റ്റ് ചെയ്യാതെ അൺറിയലിന് റിയൽ ആയിട്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കും. ഈ ഒരു പ്രോബ്ലം മാത്രമാണ് മൊത്തത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ളത്. ഇതിനെ വേദാന്ത മിഥ്യാജ്ഞാനമെന്നും അധ്യാസമെന്നും സൂപ്പർ ഇമ്പോസിഷൻ എന്നും പറയും. എന്ന് പറഞ്ഞാൽ ഒന്നിന് മറ്റൊന്ന് ആരോപിക്കും. വാട്ട് ഈസ് അൺറിയൽ that become real. What is real that is unknown or unaccepted. ഈ ഒരു സ്ഥിതിയാണ്. ഈ സ്ഥിതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സത്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും അനുഭവം, ബ്രഹ്മത്തിന്റെ അനുഭവം നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് ഉണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. അങ്ങനെ ആവാനാണ് സാധ്യത. അതിനെയാണ് ആചാര്യസ്വാമികള് വേദാന്തത്തിന്റെ സാരമായിട്ടുള്ള, വേദാന്തത്തിന്റെ അൾട്ടിമേറ്റ് അതോറിറ്റി ആയിട്ടുള്ള ബ്രഹ്മസൂത്രത്തിന്റെ ഉപോദ്ഘാത ഭാഷ്യത്തില് പറഞ്ഞത്. ഉപോദ്ഘാത ഭാഷ്യം ആചാര്യസ്വാമികളുടെ ഉപോദ്ഘാത ഭാഷ്യത്തിന്റെ അഭ്യാസ ഭാഷ്യം. നമുക്കറിയാം, വേദാന്തത്തെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു ഉപനിഷത്തുകളാണ് വേദാന്തത്തിന്റെ മൂലം. ശ്രീമദ് ഭഗവത്ഗീത വേദാന്തത്തിന്റെ സ്മൃതി ഗ്രന്ഥവും അനുഭവ ഗ്രന്ഥവുമാണ്. അതുപോലെ വേദാന്തത്തിന്റെ നിർണായക ശാസ്ത്രം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് കേസുകളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ആദ്യം ഓരോരോ തലത്തിലുള്ള കോടതികളിൽ പോകും. എന്താ ജില്ലാ കോടതി, പിന്നെ അതിന് താഴെ ഉണ്ടല്ലോ താലൂക്ക് കോടതി, പിന്നെ ജില്ലാ കോടതി, പിന്നെ ഇങ്ങനെ ഓരോരോ കോടതി കയറി, പിന്നെ അത് കഴിഞ്ഞ് ഹൈക്കോടതി, ഹൈക്കോടതി കഴിഞ്ഞ് സുപ്രീം കോടതി, സുപ്രീം കോടതി കഴിഞ്ഞ് സുപ്രീം കോടതി ബെഞ്ച് ഒരു നിർണയം വന്നു കഴിഞ്ഞാൽ അതാണ് ആ വിഷയത്തെ അൾട്ടിമേറ്റ്. അവിടുന്ന് അപ്പുറത്തേക്ക് ഒരു കോടതി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റും. അപ്പൊ അവര് ഇന്ന നിർണയിക്കും. അതുപോലെ വേദാന്തത്തിന്റെ ഒരു സുപ്രീം കോടതി ഉണ്ടെങ്കിൽ, അതായത് നമുക്കുണ്ടാകുന്ന സംശയങ്ങളുടെ വിവാദങ്ങൾ, ആ വിവാദങ്ങളുടെ പക്ഷം പ്രതിപക്ഷം, ആ രണ്ട് പക്ഷത്തിലുള്ള പ്രമാണങ്ങൾ, അതിന്റെ എന്താ പറയാ റൂൾസ്, ആ റൂൾസിനനുസരിച്ചുള്ള വാലിഡ് പ്രൂഫ്, ഈ വാലിഡ് പ്രൂഫ് ഒക്കെ വെച്ച് ആ റൂൾസ് ഒക്കെ അനുസരിച്ച് ഈ നിയമങ്ങൾ അനുസരിച്ച് ഈ പ്രൂഫുകൾ ഇങ്ങനെ ഉപയോഗിച്ച് ഇങ്ങനെ നിർണ്ണയിക്കണം എന്ന് വാദിച്ച് അവസാനം ഒരു നിർണയം പറയും. അങ്ങനെ നിർണയം പറയുന്ന, അൾട്ടിമേറ്റ് നിർണയം പറയുന്നതാണ് ബ്രഹ്മസൂത്രം. അതാണ് ബ്രഹ്മസൂത്രത്തിന്റെ പ്രാധാന്യ വേദാന്തം. അപ്പൊ ബ്രഹ്മസൂത്രത്തിൽ ഒരു വിഷയത്തെ ഈ പറയുന്ന വാദവിവാദങ്ങൾക്ക് ശേഷം, ചർച്ചകൾക്ക് ശേഷം, ഒരു കേസ് കോർട്ടിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെയുള്ളൂ. അതിങ്ങനെ രണ്ടു പക്ഷത്തുനിന്നും പ്രൂഫുകൾ വെച്ചിട്ട് രണ്ടു പക്ഷത്തുനിന്നും വക്കീലന്മാരിങ്ങനെ അതിനെ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. ചർച്ച ചെയ്തിട്ട് അവസാനം ഈ ചർച്ചകളൊക്കെ കേട്ട് ജഡ്ജ് അതിന്റെ, അല്ലെങ്കിൽ ആ കേൾക്കുന്ന ജഡ്ജോ അതിന്റെ നിർണയം പറയും. അതുപോലെ വേദാന്തത്തിലെ ബ്രഹ്മസൂത്രം അങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ലോജിക്കലി വിത്ത് പ്രൂഫ് വേദാന്തത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ, ലൗകികമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അതിന്റെ നിർണയം അറിയാൻ ബ്രഹ്മസൂത്രം പഠിക്കേണ്ടത്. പക്ഷെ അത് പഠിക്കുമ്പോൾ ഈ പ്രൂഫുകളൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ, നിയമങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടാണ് തോന്നുന്നത് കൊണ്ട് തന്നെ
സാധാരണ വായിക്കാൻ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ ലോ പുസ്തകങ്ങള്, നിയമ പുസ്തകങ്ങൾ നമ്മൾ സാധാരണ വായിക്കാൻ മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് പറ്റില്ല. അപ്പൊ അതിലുള്ള ടേംസും അതിന്റെ ലാംഗ്വേജ് രീതിയും ഒക്കെ വേറെയാണ്. അതിന് നമ്മൾ പോയി വക്കാലത്ത് പഠിക്കണം. വക്കാലത്ത് പഠിച്ച് അതിന്റെ ടേംസ് ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമുക്ക് ലോ പഠിക്കാൻ മനസ്സിലാവും. അപ്പോ നിർണയങ്ങൾ വരുമ്പോൾ നിർണയം മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. എങ്ങനെയാണ് നിർണയത്തിൽ എത്തിയത്? ഇപ്പോ അയോധ്യയുടെ വലിയ പ്രസിദ്ധമായിട്ടുള്ള നിർണയം നമുക്ക് അടുത്ത കാലത്ത് ഉണ്ടായി. അപ്പോ എല്ലാവരും അയോധ്യ നിർണയം ഉണ്ടായി എന്ന് അറിഞ്ഞു. അത് പിന്നെ അമ്പലം കിട്ടാനുള്ള നിർണയം ഉണ്ടായി, ഇതിനൊക്കെ നിർണയം ഉണ്ടായി എന്ന് അറിഞ്ഞു. അമ്പലം കെട്ടിത്തോന്നുകൊണ്ട് അവിടെ പ്രതിഷ്ഠയും ചെയ്തൊക്കെ ചെയ്തു. പക്ഷേ ആർക്കും അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടായിട്ടില്ല. ഈ ഒരു നിർണയത്തിൽ ഇത്രയും വിവാദമായ, എത്രയോ കാലങ്ങളായിട്ട് വിവാദമായിട്ടുള്ള ഈ ഒരു കേസ് ഇത്രയും കാലം ബാധിച്ച് ഈ നിർണയത്തിൽ എത്തിയതെങ്കിൽ എന്നാലും ചിന്തിക്കാറില്ല. അപ്പൊ അതാണ് ശരിക്കും നമ്മൾ അറിയേണ്ട യഥാർത്ഥ ഭാഗം. എന്തൊക്കെ വാല്യൂസ് ഗ്രൂപ്പാണ് നമ്മൾ ഉപയോഗിച്ചത്, എന്തൊക്കെ പ്രതിവാദങ്ങൾ ഉണ്ടായി, അതിനൊക്കെ എന്തൊക്കെ സമാധാനമാണ് ജഡ്ജികൾ കണ്ടെത്തിയത്, അതിനെ കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിന് ബാധിച്ചതായിട്ടുള്ള വക്കീലന്മാരും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കും. ഞാനത് അതിന് മുമ്പ് ഒരു വായിച്ചിരുന്നു, ഇത് കഴിഞ്ഞു അത് നോക്കി. അതിന്റെ ഫുൾ ഓൺലൈൻ അവൈലബിൾ ആണ്. നോക്കാം, നമുക്ക് ബിലീവ് ചെയ്യാൻ പറ്റും. അതായത് ആക്ച്വലി നമുക്ക് തോന്നുന്ന എന്തൊരു അത്ഭുതമായിട്ടൊരു പ്രവർത്തനമാണ് ഇത്രയും കാരണമായിട്ട് നമ്മൾ അതൊന്നും അറിയണില്ല. കാരണം ഈ പേപ്പർ ആരും മീഡിയക്കാരും റിപ്പോർട്ടേഴ്സും ഇതിനെ കുറിച്ചൊന്നും അങ്ങനെ സംസാരിക്കും. അവർക്ക് അതിന്റെ എന്താ പറയുക സെൻസേഷണൽ ന്യൂസ് ആയി കഴിയുമ്പോഴാണ് അറിയുന്നത്. പക്ഷെ എത്ര വലിയൊരു പരിശ്രമത്തിന് ശേഷമാണ് ഈ 530-35 വർഷം മുമ്പ് നടന്ന സംഭവത്തെ റീക്രിയേറ്റ് ചെയ്തതുപോലെ, അതിന് ആക്ച്വലി വിഷ്വലൈസ് ചെയ്യുന്നതുപോലെ അതിനെ മുഴുവൻ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ പ്രൂഫുകൾ കൊണ്ടുവന്ന് അതിന്റെ എന്താണ് വിരുദ്ധമായിട്ടുള്ള വാദങ്ങളെ ക്ഷണിക്കാനുള്ള അതിനുള്ള തെളിവുകൾ കൊണ്ടുവന്ന് സ്വപക്ഷത്തെ സ്ഥാപിക്കാനുള്ള തെളിവുകൾ കൊണ്ടുവന്ന് ഇതെല്ലാം കൂടെ ചേർത്ത് കണ്ണികൾ ഘടിപ്പിച്ച് അതിനെ പ്രസന്റ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ നിർണയത്തിലേക്ക്. അതുകൊണ്ടാണ് അത്രയും വർഷത്തിൽ നടന്നു. നമ്മള് ഹിന്ദുക്കൾ ഇത്രയും വർഷം അതിന് കാത്തിരുന്നു എന്നുള്ളതാണ് ഹിന്ദുക്കൾക്ക് പറഞ്ഞത്. അതായത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ നമ്മൾ കാത്തിരുന്നു എന്നുള്ളതാണ്. നമ്മൾ പ്രക്ഷോഭത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്നതിന് പോയില്ല. കാരണം ചർച്ചയിലൂടെ നിർണയം കൊണ്ടുവരിക, ഈശ്വരാനുഗ്രഹം കൊണ്ട് നിർണയം വരിക എന്നുള്ളത് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ ഒരു പുരാതന രീതിയാണ്. നമ്മൾ ഒരിക്കലും ഒരു വിരുദ്ധമായിട്ട് വാദിക്കുന്ന ആളെ പോയിട്ട് ആക്രമിച്ചിട്ടില്ല. അത് ബൗദ്ധമത കാലം തൊട്ട് നമുക്ക് അറിയാം. എല്ലാം ചർച്ചയിലൂടെയാണ് സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ഈ ചർച്ച, വാദം, ശാസ്ത്രാർത്ഥം, കോടതി, നിർണയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നു. അതാ നമ്മുടെ സംസ്കാരമാണ്. അപ്പൊ അത്രയും കാലം കാത്തിരുന്നു. ആര് കാത്തിരിക്കും? ഞാനൊരു പ്രവർത്തനം ചെയ്തു. നമ്മുടെ കുട്ടിക്കാലത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഒരിക്കലും ആശിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഇത് സാധിക്കുന്നു. അപ്പോ ശിലാപൂജയ്ക്ക് നടത്തുന്ന സമയത്ത് നമ്മളൊക്കെ പൂജകന്മാരൊക്കെ ആയിരുന്നു. അപ്പൊ നമുക്കൊരു ആനന്ദമാണ്. നമ്മൾ ചെയ്ത ശില അവിടെ എത്തി, അതിപ്പോ അവിടെ അമ്പലത്തിന്റെ മനുഷ്യത്തിന്റെ ഭാഗമായി എന്ന് അറിയുമ്പോ നമുക്ക് എത്ര ആനന്ദമാണ്. ഇത്രയും വലിയൊരു സംഭവത്തിൽ നമുക്ക് പാട്ടാവാൻ കഴിയും. അപ്പൊ നമ്മൾ തലയിൽ അവിടെ ഉണ്ട് എന്നുള്ളൊരു സമാധാനം. അങ്ങനെ എത്രയോ ആയിരക്കണക്കാണ് അതിനുവേണ്ടി സംഘർഷം ചെയ്ത് എത്രയോ വലിയവരാണ് കേരളം പുറത്തുവരുന്നു. അത്രയും ആൾക്കാർ അതിന് ചെയ്തു. അപ്പൊ ഇത് അത് ശരിക്കാ ചെയ്തത് ആൾക്കാരുടെ ഭാവം, അത് അവരുടെ ശ്രദ്ധ, അത് അവരുടെ വിശ്വാസം. പക്ഷെ കോർട്ടിന്റെ രീതിയിൽ ശ്രദ്ധയും വിശ്വാസവും അല്ല അവിടെ കൃത്യമായിട്ട്. അവിടെ പ്രവർത്തനത്തിലെത്തുമ്പോ അവിടെ വരുന്ന റൂൾസ്, ആ റൂൾസ് അനുസരിച്ച് പ്രൂഫാണ്. ഈ പ്രൂഫുകളാണ് വേദാന്തത്തെ വേദാന്തമായി. അതുകൊണ്ടാണ് വേദാന്തത്തിന്റെ സുപ്രീം കോർട്ടായിട്ടുള്ളത് ബ്രഹ്മസൂത്രത്തെ പറയാം. അപ്പൊ ബ്രഹ്മസൂത്രത്തിന് നിർണയം പറഞ്ഞാൽ പിന്നെ അതിന് ക്വസ്റ്റ്യൻ ഇല്ല. അതായത് അതിനെ കുറിച്ച് പിന്നെ അതെന്തുകൊണ്ട് അങ്ങനെ ഇല്ല. എന്തുകൊണ്ട് അങ്ങനെയെന്ന് മാക്സിമം ചോദിക്കാൻ പറ്റുന്നത് ചോദിച്ചിട്ട് അവിടെ നിർണയം പറയുന്നത് ഇങ്ങനെയാണ്. അങ്ങനെയുള്ള ബ്രഹ്മസൂത്രം, ആ ബ്രഹ്മസൂത്രത്തിന്റെ ശങ്കരാചാര്യ സ്വാമികൾ എഴുതിയ ഭാഷ്യം ഇന്ന് നമുക്ക് പ്രാപ്തമായ ബ്രഹ്മസൂത്ര ഭാഷ്യങ്ങളില് ഏറ്റവും ആധുനിക ആയിട്ടുള്ളതും യുക്തിയുള്ളതുമായിട്ടുള്ള പ്രൂഫുള്ളതുമായിട്ടുള്ള ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഭാഷ്യം ആചാര്യസ്വാമികളുടെ ഭാഷ്യമാണ്. ആചാര്യസ്വാമികൾക്ക് മുമ്പും ഭാഷ്യം ഉണ്ടായിട്ടുണ്ട് ബ്രഹ്മസൂത്രത്തിൽ. അതൊന്നും ഇപ്പൊ അവൈലബിൾ അല്ല. നമ്മൾ ആചാര്യസ്വാമികളുടെ ഭാഷ്യം വന്നതിന് ശേഷം മറ്റതെല്ലാം പോയി, അതൊന്നും പ്രാഥമികമായിട്ടില്ല. അതിന്റെയൊക്കെ റെഫറൻസ് നമുക്ക് കാണാൻ കഴിയും. ആചാര്യസ്വാമികളും
അത്തരം പൂർവ്വ ഭാഷകളിൽ നിന്ന് റെഫറൻസ് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഭാഷകൾ പറഞ്ഞു. അങ്ങനെയുള്ള ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ആചാര്യ സ്വാമികളും ഉപോദ്ഘാതം, ആ ഉപോദ്ഘാതമുള്ള അഭ്യാസ ഭാഷകൾ അതൊരു സാധാരണ രീതിയിൽ നോക്കിയാൽ ഒരു 2 പേജ് 2.5 പേജിൽ തന്നെ ഉണ്ട്. പക്ഷെ അതിൽ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രാവർത്തികമായിട്ട് നമ്മുടെ എന്താ പറയാ, ഇന്ന് നമുക്ക് എപ്പോഴും അത് വായിച്ചാൽ ഇത് ഇന്നത്തെ ദിവസത്തേക്ക് ഇന്നത്തെ കാലത്തിന് വേണ്ടി പറഞ്ഞതാണോ, അതാണ് ശരിക്കും അതിന്റെ അജയ്യത. അതൊരിക്കലും അതിന് മറികടക്കാനില്ല. കാരണം പ്രാക്ടിക്കലായിട്ട് എന്താണ് നമുക്ക് പ്രശ്നം, നമുക്ക് ഈ രോഗമുണ്ട്, ഇതാണ് അതിന്റെ നിവാരണം. അപ്പൊ ഈ ദുഃഖങ്ങൾ അനുഭവിക്കുന്നതിനും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതിനും നമുക്കിതൊന്നും മനസ്സിലാക്കാത്തതിനും ഡയറക്റ്റ് കോസ് എന്താണ്? ഈ തെറ്റിദ്ധാരണ. ഞാൻ നേരത്തെ പറഞ്ഞത് റിയലിനെ റിയലായിട്ട് അറിയുന്നില്ല, അൺറിയലിനെ റിയലായിട്ട് അറിഞ്ഞിരിക്കുന്നു. അങ്ങനെ റിയലായിട്ട് അത് റിയലാണെന്ന് വിചാരിച്ചിട്ട് ലീഡ് ചെയ്തു. അങ്ങനെ അവിടെ അബദ്ധങ്ങൾ സംഭവിച്ചു. ഇതാണ് അതിന്റെ അബദ്ധം. ഇതാണ് റൂട്ട് കോസ് ഓഫ് ദ സോറോ എന്ന് പറഞ്ഞിട്ട് അതിനെയാണ് ദുഃഖത്തെ കാരണം എന്താണെന്നുള്ളത്. അപ്പൊ അതിന് ഈ ഇൻട്രൊഡക്ഷന്റെ പ്രത്യേകത, ഇത് അദ്വൈതത്തിൽ നിന്നല്ല ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അപ്പൊ അദ്വൈതം ഏതാണെന്ന് പറയാൻ പോകുന്ന ആൾ അദ്വൈതം പറഞ്ഞിട്ടാണല്ലോ ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. പക്ഷെ ദ്വൈതത്തിൽ നിന്നാണ് ഇൻട്രൊഡക്ഷൻ. കാരണം ദ്വൈതമാണ് ഇപ്പൊ റിയലായിട്ട്. ദ്വൈതമല്ലല്ലോ, ദ്വൈതം എന്താ അദ്വൈതത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പൊ ദ്വൈതമാണ് റിയലായിട്ട്. അപ്പൊ അവിടെ അദ്ദേഹം പറയുന്നത് ഞാനും നീയും, അത് ഇത്, ഞാൻ എന്റേത് എന്ന ദ്വൈതമുണ്ട്. അതാണ് ഇതിന്റെ മൂലമായ കാരണം. അപ്പൊ ഇത് ഒരിക്കലും അതാകുന്നില്ല, അതൊരിക്കലും ഇതാകുന്നില്ല. ഞാൻ ഒരിക്കലും പ്രപഞ്ചമാകുന്നില്ല, പ്രപഞ്ചം ഒരിക്കലും ഞാനാണ്. ഇതാണ് സത്യം. ഇത് രണ്ടും വേറെ വേറെയാണ്. ഒന്ന് ജ്ഞാനം, മറ്റൊന്ന് അജ്ഞാനം. പരസ്പര വിരുദ്ധമാണ്. യുഷ്മദസ്മത് പ്രത്യയ ഗോചരയോഹോ വിഷയ വിഷയമോഹോ നവപ്രകാശവത് വിരുദ്ധ സ്വഭാവയോഹോ ഇതരേതര ഭാവ അനുഭവത്തോ സിദ്ധായാം തദ്ധർമാണാം സുതരാവിതരേതര ഭാവ അനുഭവത്തി ഇത്യതോ അസ്മത് പ്രത്യയ ഗോചരേ വിഷയിണി ചിദാത്മകേ യുഷ്മത് പ്രത്യയ ഗോചരസ്യ വിഷയസ്യ തദ്ധർമാണാം അധ്യാസന മിഥ്യായിലും വൈകുന്നു. ഞാനീ പറഞ്ഞത് സാരാണ്. ഇതെല്ലാം മിഥ്യയാണ്. കാരണം എന്താണോ സത്യം അതിനെ അങ്ങനെ അംഗീകരിക്കാതെ അസത്യമായതിന് സത്യമായിട്ടും സത്യമായതിന് അസത്യമായിട്ടും സത്യ അതത്തെ വിപുലീകരിക്കും. സത്യവും അസത്യവും ഇത് രണ്ടിനെയും ഫിക്സ് ആയി. എല്ലാ അസത്യത്തിന്റെയും ബേസിൽ സത്യമുണ്ട്, പക്ഷെ അതിന് ഫിക്സ് ആയി. ഇത്രയും ഒരു തെറ്റ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അത് കാരണം എന്താണ്? വിദ്യാജ്ഞാനത്തിന്, ഈ തെറ്റായ ജ്ഞാനത്തിനെ അവലംബിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വ്യവഹാരങ്ങളും ഫലങ്ങളും ഒക്കെ തെറ്റായി വരുന്നത് കൊണ്ട് ആ സ്വരൂപമായിരിക്കുന്ന ആനന്ദമോ സത്യനാഥന്റെ സ്വരൂപമോ നമുക്കറിയാൻ കഴിയാത്തത് കൊണ്ട് എപ്പോഴും നമുക്ക് ദുഃഖമാണെന്ന് തോന്നും. ആക്ച്വലി ദുഃഖം എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. അത് അൺറിയലാണ്. കാരണം ഇല്ലാത്തതിനുണ്ട് എന്ന് കരുതുന്നു. ഇപ്പോ ജനിച്ചു കഴിയുമ്പോൾ കുട്ടി ഒരു രീതിയിലാണ്, കുട്ടി വളർന്നു കഴിയുമ്പോൾ കുട്ടിയിൽ ഓരോ അവയവങ്ങൾ പ്രകടമാകാത്തത്, അങ്ങനെ പ്രകടമായി പിന്നെ അതിന് പരിണാമത്തിൽ പ്രാപിക്കും. പരിണാമത്തിൽ വയസ്സാവും നാടികൂടിയെന്ന് കാണിക്കും. ശരീരമൊക്കെ ശക്തി ക്ഷീണമാകും. ഈ പിന്നെ അതൊക്കെ മനസ്സിലാക്കി. ഇതില് എന്താ സംഭവിക്കുന്നത്? ഇപ്പോ ഒന്നാണ് ശരിയെന്നോട് വിചാരിക്കും. കുട്ടിയായിരിക്കുന്നതാണ് ശരിയെന്ന് വിചാരിച്ചാൽ വയസ്സായിരിക്കുന്നത് പറഞ്ഞു. പിന്നെ യുവ അവസ്ഥ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പറയുമ്പോൾ വയസ്സായിരിക്കുന്നത്. അപ്പൊ ഈ ഒന്നിനെ മറ്റൊന്നായി മാറുന്ന ആ ഒരു പ്രക്രിയ നമ്മൾ അംഗീകരിക്കാം. ഒരു മാമ്പഴം ആദ്യം ചെറിയ പൂവായിട്ടുണ്ടാകുന്നു, പിന്നെ അതില് കണികൾ വരുന്നു, കണികൾ വന്നിട്ട് അത് കണ്ണിമാങ്ങയായിട്ട് പിന്നെ പഠിച്ചിട്ട് അതിങ്ങനെ വലുതായി മാമ്പഴമായിട്ട് മാറുന്നു. മാമ്പഴമായിട്ട് മാറി കുറച്ച് കഴിഞ്ഞാൽ താഴെ വീണിട്ട് അത് അഴിഞ്ഞു പോയിട്ട് അതിന്റെ മാംസമായ ഭാഗങ്ങൾ മുഴുവൻ നഷ്ടമായിട്ട് അതിന്റെ മാങ്ങയുടെ അതിന്റെ ബീജം മാത്രം അവിടെ ഉണ്ടാവുകയും പിന്നെ അത് വേറെ ഉണ്ടാവുക. ഇതെന്താണ്? ഒരു മാങ്ങ പഴമായി നശിക്കുന്നതിന്റെ പ്രോസസ്. ഇതേ പ്രോസസ്സാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്. പക്ഷെ ഇതിനെ എങ്ങനെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മളെന്താ ചെയ്യണം? എപ്പോഴും നമുക്ക് യുവത്വം ഉണ്ടായി. ഇപ്പൊ വയസ്സായി പുതിയൊക്കെ പല്ലൊക്കെ വീഴാൻ തോന്നി, പല്ല് വീഴുമ്പോൾ പുതിയ പല്ല് വരും. കാരണം എന്താണ്? ഈ പല്ല് വീഴുന്നത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. പല്ല് വീഴുന്നത് പ്രോസസ്സാണ്. ആദ്യം ഒരു പ്രാവശ്യം പല്ല് വന്നു,
ആ പല്ല് ഭഗവാൻ തന്നെ ഇളക്കി മാറ്റിയിട്ട്, കാരണം ആ പല്ല് മുല പിടിക്കാൻ വേണ്ടിയിട്ടും ആ സമയത്തേക്ക് വേണ്ടിയിട്ടാണ്. കാരണം അപ്പോൾ വലിയ പല്ലുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് ആ ചെറിയ പല്ലുകൾ കൊടുത്ത് അത് വെച്ച് മുല പിടിക്കാനുള്ള അവസ്ഥ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വലുതായി ആ ബുദ്ധിയുടെ അവസ്ഥയൊക്കെ വന്ന ആ സമയത്ത് ചവച്ച് കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോൾ ചവയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ പല്ല്. എത്ര ശുദ്ധമായിട്ട് എത്ര വിസ്തരിച്ച് ഭഗവാൻ ഇത് റിസർച്ച് ചെയ്ത് ആലോചിക്കുന്നു. അല്ലെങ്കിൽ ആദ്യം തന്നെ ഈ പല്ലും കൊടുത്തത് അങ്ങനെ കൊടുത്തില്ല. അങ്ങനെ കൊടുത്താൽ പ്രാക്ടിക്കലായിട്ട് ബ്രോഡിയിലൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവും, അമ്മമാർക്കൊക്കെ വേദനയുണ്ടാവും, ഇതിനൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് ഉണ്ടാകാതിരിക്കാനാണ് ആദ്യം ഒരു പല്ല് കൊടുത്തത്. അത് ഉപയോഗിച്ച് അത് കഴിഞ്ഞ് അതിന്റെ ഉപയോഗം മാറ്റി രണ്ടാമത്തെ പല്ല്. ഈ രണ്ടാമത്തെ പല്ല് കൊടുത്തത് പെർമനന്റ്ലി അല്ല. ആ ഈ രണ്ടാമത്തെ പല്ല് കൊടുത്തത് എപ്പോ വരെ ചവച്ച് കഴിക്കാമോ, വേറെ രീതിയിൽ സംരക്ഷിച്ചാൽ എത്ര കാലം ചവച്ച് കഴിക്കണം, അങ്ങനെയുള്ള കഠിനമായിട്ടുള്ള വർക്കും എന്താ മുറുക്കും പിന്നെ എന്തൊക്കെ പറയാ അങ്ങനെയുള്ള സാധനങ്ങൾ ചവച്ച് കഴിക്കേണ്ട സാധനങ്ങൾ കടിച്ചു കൊടുക്കേണ്ട അതൊക്കെ കഴിക്കേണ്ട സമയങ്ങൾ വരെ ആ പല്ല് വർക്ക് ചെയ്യും. അത് കഴിയുമ്പോൾ ഓരോന്നായിട്ട് പോകും. അതിനർത്ഥം ഇനി അങ്ങനെ കഠിനമായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ ചവച്ച് കഴിക്കണ്ട, അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പൊ അതുകൊണ്ട് പല്ല് പോകുന്നതനുസരിച്ച് കഠിന സാധനങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കാനാണ് ഭഗവാൻ പറയുന്നത്. അതൊരു ഇൻഫർമേഷനാണ്. അങ്ങനെ പറഞ്ഞ് ഓരോ പല്ലായിട്ട് വീഴാൻ തുടങ്ങും. എല്ലാ പല്ലും വീഴും. പിന്നെ പല്ലില്ലാണ്ട് മോണ മാത്രം, മോണ കുറച്ച് ചവച്ച് കഴിക്കും. മോണ മാത്രം ആയാൽ പിന്നെ എന്താ ചെയ്യാം? മോണ കൊണ്ട് എന്തൊക്കെ ചവച്ച് കഴിക്കാൻ പറ്റും അത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ കഴിച്ചാൽ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ല, നന്നായിട്ട് ദഹിക്കും, വേറെ ഷുഗർ ഉണ്ടാവില്ല, എന്താ പറയുക കൊളസ്ട്രോൾ ഉണ്ടാവില്ല, ഈ പറയുന്നതൊന്നും ഉണ്ടാവില്ല. അത് അങ്ങനെയാണ് ഭഗവാൻ ഇൻഫർമേഷൻ ഒക്കെ വച്ചിരിക്കുന്നത്. പക്ഷേ നമുക്ക് ചെറുപ്രായത്തിൽ എന്തൊക്കെയോണോ കഴിച്ചിരുന്നത് അതേ സാധനം തന്നെ കഴിക്കാൻ വയ്യാണ്ടിരിക്കുമ്പോഴും കഴിക്കണം. അങ്ങനെ കഴിച്ചാലേ അത് കഴിക്കുന്നതാവും എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് പല്ല് ഉണ്ടാക്കി പണ്ടത്തെ കാലത്തൊക്കെ ആൾക്കാർ പിന്നെ ഇടിച്ചൊക്കെ ആയിരുന്നു. നമ്മളൊക്കെ അപൂർവൊക്കെ ഇടിച്ചു കൊടുക്കും. അത് മുറുക്ക് കഴിക്കാനുള്ള ആഗ്രഹമുണ്ട്, പല്ലില്ല, കഴിക്കാൻ പറ്റില്ല. കൊച്ചു മക്കളെയൊക്കെ വിളിച്ചു വരുത്തി അവരതിനെ ഇടിച്ചു കൊടുക്കുന്ന വ്യവസ്ഥ വന്നു. അപ്പൊ ഓരോരുത്തർ പോയിട്ട് ഓരോന്ന് ഇടിച്ചു കൊടുത്തു കൊടുക്കും. അതായത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ അതൊക്കെ കഴിയുമല്ലോ. അപ്പൊ അത് ഇടിച്ചു കൊടുക്കും. അപ്പൊ അത് കഴിക്കാനൊന്നും പറ്റില്ല, കാരണം എത്ര പൊടിച്ചാലും അത് അങ്ങനെ ആവില്ല. പക്ഷെ എന്നാലും അതുകൊണ്ടുള്ള ആഗ്രഹം വെടിയില്ല. അപ്പൊ അതങ്ങനെയാവും. ഇപ്പൊ മുടി നരച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മുടി നരച്ചു പ്രായമായി ഉണ്ടാവുന്നതാണ് മനസ്സിലാക്കിയാണ് പ്രായം. അപ്പൊ നമ്മള് മുടിക്ക് കളർ തേക്കുന്നത് അത് ചെറുപ്പമായിട്ടിരിക്കണമെന്ന് ആഗ്രഹം. പക്ഷെ ഈ കളർ തേക്കുന്നവർ ആരും കണ്ടാലും പറയും കളർ തേച്ചു. അതിന്റെ അർത്ഥം എന്താണ്? ഈ മുടി മാത്രമല്ല വയസ്സാവും, മുടിയോടുകൂടി മുഖം വയസ്സാവുന്നുണ്ട്, കണ്ണുകൾ വയസ്സാവുന്നുണ്ട്, മുടിക്ക് വയസ്സാവും, ബാക്കി അവർക്ക് വയസ്സാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നോക്കിയാൽ അറിയാം ഇയാള് കളർ തേച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും കളർ തേച്ചിരിക്കുന്നത് അറിയാവുന്ന അവസ്ഥയിൽ എന്തിനാ കളറിന് വേണ്ടി പൈസ കളറുന്നത്? അപ്പൊ അതിന്റെ ആവശ്യമില്ല. പക്ഷെ എന്നാലും നമുക്ക് ആ വിവരങ്ങൾ സൂക്ഷിക്കാനുള്ള ദൈവത്വം വേണമെന്നുള്ള ആഗ്രഹം കഴിയാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ അതങ്ങനെ കറുത്ത മുടിയായിട്ട് ഇരിക്കണം എന്നാണ്. പിന്നെ ഇപ്പൊ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ വെളുത്ത മുടിയാക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും, വെളുത്ത മുടിയാക്കുന്നുണ്ട്, ചുവന്ന മുടിയാക്കുന്നുണ്ട്, അങ്ങനെ പല കളറുകളും തേക്കുന്നുണ്ട്. അതൊക്കെ ഫാഷനായിട്ട് ഇതിലെന്താണെന്നുള്ളത് യഥാർത്ഥമായിട്ട് റിയലായിട്ട് എന്താണോ മാറുന്നത് അതിനെ നമ്മൾ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളത് ബേസിക് നമ്മുടെ ഒരു എന്താ പറയാ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇതാണ്. അങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതിൽ ചില മാറ്റങ്ങളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വരുന്നത്. അത് വരുമ്പോൾ അതിനൊരു പ്രശ്നം. അപ്പൊ ഈ വസ്തുതയാണ് ആചാര്യസ്വാമികളുടെ അഭ്യാസ ഭാഷ്യം. അഭ്യാസ ഭാഷ്യം എന്ന് പറഞ്ഞാൽ ഒരു വേള ആചാര്യസ്വാമികൾ എഴുതിയ 165 ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ആചാര്യസ്വാമികളുടെ ഗ്രന്ഥങ്ങളൊന്നും കാണാം. കേവലം ഈ അഭ്യാസ ഭാഷ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അത് മാത്രമേ ഉപലബ്ധമായിട്ടുള്ളൂ. ഇത് മാത്രം നോക്കിയാലും ആചാര്യസ്വാമികൾ എത്ര വലിയ ജ്ഞാനിയായിരുന്നു, എത്ര വലിയ പണ്ഡിതനായിരുന്നു, എത്ര വലിയ ലോകോദ്ധാരകനായിരുന്നു, അദ്ദേഹത്തിന്റെ എല്ലാ ഗുണങ്ങളും ഭൗതിക ശക്തിയും ഇത്രയും വരുന്ന ഈ ചെറിയൊരു ഒറ്റ ഭാഷ്യത്തിൽ അത് അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസാണ്. മാസ്റ്റർ പീസ് എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള അറിവിന്റെ പ്രമാണമാണ് ഈ ബ്രഹ്മസൂത്ര ഭാഷ്യത്തില് ആചാര്യസ്വാമി കഴിഞ്ഞിരിക്കുന്ന അഭ്യാസ ഭാഷ്യം. ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രശ്നത്തിന്റെ പരിഹാരം എങ്ങനെയെന്ന് അത്രയും മഹത്വം.
നമുക്കിത് അറിയില്ല, നമ്മൾ പഠിക്കുന്നില്ല. അതിനുള്ള പ്രത്യേകത അതിന് വേറെ ഉദാഹരണങ്ങളൊന്നും പറഞ്ഞില്ല. അതായത് പണ്ഡിതന്മാർ പറഞ്ഞ പോലെ ഈ കോട്ടൊക്കെ ചെയ്തില്ല പറയുമല്ലോ, അങ്ങനെ ഡയറക്റ്റ് എന്താണ് നമ്മൾ അനുഭവം. അപ്പൊ അത് ഞാൻ എന്റേത് എന്ന അനുഭവം, എന്റേതിൻ്റെതായിട്ടുള്ള ഭാഗം വേറെ ആയിരിക്കേണ്ടതാണ്, ഞാൻ വേറെ ആയിരിക്കേണ്ടതാണ്. പക്ഷേ എന്റേതെന്നുള്ളതിൽ അല്ലെങ്കിൽ ഈ വെളിയിൽ കാണുന്നത് വാസ്തവത്തിൽ ഞാൻ അല്ലാത്തതിൽ ഞാൻ എന്റേതാണെന്ന് കരുതുന്നു. എന്നിൽ ഞാൻ അല്ലാത്തതിനെ കൽപ്പിക്കും. അങ്ങനെ ഏതൊന്നല്ലയോ അങ്ങനെ അത് കൽപ്പിക്കുന്നു. അതിന് അറസ്റ്റും പദ്ധതിയില്ല, അങ്ങനെ മറ്റൊന്നിനും കൽപ്പിക്കാൻ. ഇതാണ് കൺഫ്യൂഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത്. ഭ്രമജ്ഞാനം, മലയാളത്തില് ഭ്രമം എന്ന് പറയുന്നത് വിഭ്രമം, തെറ്റിദ്ധാരണ. തെറ്റിദ്ധാരണ പറഞ്ഞാൽ എന്താണ്? എന്താണോ അതിനങ്ങനെ അറിയാതെ മറ്റൊന്നാ കാര്യം, കൺഫ്യൂഷൻ. അപ്പൊ അങ്ങനെ നമ്മൾ കൺഫ്യൂഷൻ ആക്കിയിട്ടാണ് ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്വരൂപം എന്താണെന്ന് നമുക്ക് അറിയാൻ കഴിയും. നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സും ബുദ്ധിയാണ് നമ്മുടെ സ്വരൂപമായിട്ട് നാം കണക്കാക്കിക്കൊണ്ടേ ജീവിച്ചുകൊണ്ടേയിരിക്കും. വാസ്തവത്തിൽ മൈൻഡ് ബുദ്ധിയല്ല നമ്മുടെ സ്വരൂപം. മൈൻഡിനെയും ബുദ്ധിയെ അറിയുന്ന മറ്റൊന്നാണ് നമ്മുടെ സ്വരൂപം. അപ്പൊ അത് എങ്ങനെ നമുക്ക് അറിയാം, അല്ലെങ്കിൽ അതിന് നമ്മൾ അറിയുന്നുണ്ടോ, അറിയാനുള്ള വല്ല വഴിയുണ്ടോ എന്നതിനെ കുറിച്ചാണ് ചെയ്യുന്നത്. നമ്മൾക്കറിയാം നമ്മുടെ ഈ ശരീരം, സ്ഥൂല ശരീരം, ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ളത് എന്താണ്? നമ്മുടെ സ്ഥൂല ശരീരം, ഗ്രോസ് ഫോമിലുള്ള ഈ ശരീരം. ഈ ശരീരത്തിലാണ് നമ്മുടെ എല്ലാ ഐഡന്റിഫിക്കേഷനും തൽക്കാലം നമുക്കുള്ളത്. അതായത് മനുഷ്യ ശരീരമാണെന്നുള്ള ആദ്യത്തെ ഐഡന്റിഫിക്കേഷൻ, രണ്ടാമത് പുരുഷ ശരീരമാണെന്നുള്ള ഐഡന്റിഫിക്കേഷൻ, മൂന്നാമത് ഈ ശരീരം ഏത് ജാതിയിലാണ്, ഏത് ദേശത്താണ്, ഒരു കേരളത്തിലോ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഈ ജാതിയിലോ ആ ജാതിയിലോ ഉണ്ടായെന്നുള്ള ഐഡന്റിഫിക്കേഷൻ, പിന്നെ അച്ഛനും അമ്മയും, ഈ അച്ഛനും അമ്മയുടെയും ഈ പുത്രനാണെന്നുള്ള ഐഡന്റിഫിക്കേഷൻ, അതോടൊപ്പം പിന്നെ എന്താ പറയുക, സന്യാസിയാണെന്നുള്ള ഐഡന്റിഫിക്കേഷൻ, ഗൃഹസ്ഥനാണെങ്കിൽ അങ്ങനെ ഐഡന്റിഫിക്കേഷൻ, അതോടൊപ്പം തന്നെ അയാള് എന്താണോ പണി ചെയ്യുന്നത് ആ പണിയുടെ ഭാഗമായിട്ട് ഓഫീസറാണോ, അതല്ലെങ്കിൽ പിന്നെ ഡോക്ടറാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണോ, വ്യവസായിയാണോ എന്നൊക്കെ വെച്ചാൽ ആ ഐഡന്റിഫിക്കേഷൻ, പണിയുടെ ഐഡന്റിഫിക്കേഷൻ. പിന്നെ ശരീരത്തിന്റെ വർണ്ണത്തിന്റെ ഐഡന്റിഫിക്കേഷൻ, കറുപ്പാണോ വെളുപ്പാണോ ഇടന്തരമാണോ എന്നുള്ള ഐഡന്റിഫിക്കേഷൻ. ഇങ്ങനെ എല്ലാ ഐഡന്റിഫിക്കേഷന്റെയും ബേസ് ഇപ്പൊ തൽക്കാലം നമ്മുടെ ഈ ശരീരം. അപ്പൊ ഇതാണ് ഞാൻ. നമ്മുടെ ആധാർ കാർഡ് ഐഡന്റിഫിക്കേഷൻ ഇത് തന്നെയാണ്. ആധാർ കാർഡ് അതിന്റെ ശരീരത്തിന്റെ ഐഡന്റിഫിക്കേഷൻ ആണ്. മുഖത്തിന്റെയും കണ്ണിന്റെയും കൈയുടെയും ഒക്കെ ഐഡന്റിഫിക്കേഷൻ വെച്ച് ആധാർ കാർഡ്. അപ്പൊ ആധാർ കാർഡ് കാണിച്ചാൽ ഇതാണ് ഞാൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് തന്നെയാണ്. ഇവിടെ ആർക്കും സംശയമില്ല, ഇതൊരു ഐഡന്റിഫിക്കേഷൻ. പക്ഷെ വാസ്തവത്തിൽ ഈ ഐഡന്റിഫിക്കേഷൻ മാത്രമേ നമുക്കുള്ളൂ. ഇത് മാത്രമാണ് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ. ഇത് മാത്രമാണ് ഞാൻ എന്ന് പറയുന്നത് ഇല്ല. എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? ഒരു കാര്യം ഓർക്കണം, ഇത് മാത്രമാണ് ഞാൻ എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം നിങ്ങൾ തന്നെ നിങ്ങളുടെ ഈ ശരീരത്തിന്റെ ഐഡന്റിഫിക്കേഷനും കോണ്ടാക്ട് ആധാർ കാർഡും ഡിലേ ചെയ്യുന്നതാണ് അല്ലെ? അത് നിയമപരമായിട്ട് തെറ്റാണ്. കാരണം ഇത് ഇപ്പൊ ആരെങ്കിലും ചോദിക്കുകയാണ് ഈ ഐഡന്റിറ്റി കാർഡ് ചോദിച്ചാൽ അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ പറയുന്നത്. ഇതല്ല, ഇത് മാത്രമല്ല ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒരു തെറ്റായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ട് എന്നല്ലേ എന്താണ്? അതായത് അക്സെപ്റ്റഡ് ആയിട്ടുള്ള, ലീഗലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഐഡന്റിറ്റി അല്ലാത്തൊരു ഐഡന്റിറ്റി ഉണ്ട്. എന്റെ കാർഡ് കാണിക്കുമ്പോൾ കാർഡിൽ കാണിക്കുന്ന ആൾക്കാർ ചോദിക്കും ഇത് നിങ്ങൾ തന്നെയാണോ എന്ന് ചോദിച്ചാൽ ആണെന്നല്ലേ ഉണ്ട് നമ്മൾ പറയേണ്ടത്. അല്ല, ഇത് കാണുന്നത് ഇത് ഞാനാണ്, പക്ഷെ ഇതല്ലാതെയും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ലീഗലി റോങ്, നിയമപരമായിട്ട് തോന്നുന്നു. അതിനാരും പറയാൻ ഒരാൾക്ക് പറഞ്ഞാൽ അപ്പൊ തന്നെ അയാളെ പിടിച്ചകത്താക്കും. അയാൾ ക്വസ്റ്റ്യനബിൾ ആണ്, അയാളെ പിടിച്ച് അകത്ത് കൊണ്ടുപോയി ക്വസ്റ്റ്യൻ. ഇപ്പൊ എയർപോർട്ടിലൊക്കെ എങ്ങനെ സംഭവിക്കാൻ നിങ്ങൾ കേട്ടിരിക്കും. ഒരു 129 വയസ്സുള്ള ഒരാളിപ്പോ ജീവിച്ചിരിക്കും ഭാരതത്തിൽ.
ഇയാളുടെ ഒരു അനുഭവം ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യകാലത്ത് കണ്ടിട്ടുണ്ട്, ഇദ്ദേഹം പ്രസിദ്ധനാവുന്നതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു യോഗിയാണ്. അദ്ദേഹത്തിന്റെ പേര് ശിവാനന്ദ എന്നാണ്. നമുക്ക് യൂട്യൂബിലൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തിന് 129 വർഷം വയസ്സായി. ഇവിടെ ഇരിക്കുന്നവരിൽ പലരും നിങ്ങൾ വിശ്വസിക്കില്ല 129 വയസ്സെന്നൊക്കെ പറയും. പക്ഷെ ആക്ച്വലി അല്ല. ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം നമ്മൾ ആശ്രമത്തിൽ വന്നിരുന്നു. അദ്ദേഹം ഒരു യോഗിയാണ്. അദ്ദേഹത്തിന്റെ ജനനം ബംഗ്ലാദേശിലാണ്. ബംഗ്ലാദേശ് ഇന്ത്യ ആയിരുന്ന സമയത്ത് അവിടെ ജനിച്ചതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ കുടുംബം ഇങ്ങനെ എന്താണ് തേക്കാരി പാർക്കുന്നതിന്റെ ഭാഗമായിട്ട് വാരണാസിയിൽ വന്ന് അദ്ദേഹത്തിന്റെ അച്ഛനമ്മയും തേക്കാരി പാർക്കും. അദ്ദേഹത്തിന്റെ അച്ഛനമ്മയും വളരെ ദരിദ്രരായിരുന്നു. അവരെന്താ വഴിയിരുന്ന് ഉച്ച ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന കുട്ടികളുള്ള ആൾക്കാരായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അങ്ങനെ ആയിട്ട് അച്ഛനും അമ്മയൊക്കെ ഓരോരോ സംഭവങ്ങളിൽ അച്ഛനമ്മയെ മരിച്ചു. പിന്നെ അദ്ദേഹം വാരണാസിയില് ഓരോരോ സ്ഥലങ്ങളിൽ താമസിച്ച് ആശ്രമങ്ങളിലൊക്കെ താമസിച്ച് അങ്ങനെ പഠിക്കുകയും പിന്നെ അന്നത്തെ കാലത്ത് നല്ല ഇംഗ്ലീഷിലൊക്കെ എഡ്യൂക്കേഷൻ അദ്ദേഹം കിട്ടി. അതോടൊപ്പം തന്നെ വളരെ നന്നായിട്ട് അദ്ദേഹം സംസാരിക്കും, യോഗ പഠിച്ചു, ശാസ്ത്രങ്ങൾ പഠിച്ചു. അദ്ദേഹം വൈഷ്ണവ പരമ്പരയിൽ ഒരു ആചാര്യന് ദീക്ഷ വാങ്ങിച്ചു. കൃത്യമായിട്ട് യോഗയിൽ ഇതൊക്കെ അഭ്യസിക്കുന്ന ആളാണ്. ഇത് ഇദ്ദേഹത്തിന് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? ആർക്കും അറിയില്ലേ ഇദ്ദേഹത്തിന്റെ ഒരാളെന്ന്. നമുക്ക് അവിടെ പോകുമ്പോൾ നമ്മൾ അവിടെ പോയിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ സരളമായിട്ട് വളരെ എന്താ പറയാ ഏറ്റവും വിനയത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം. അത് ആരോടും പൈസ വാങ്ങില്ല. ആരെങ്കിലും സഹായിക്കണമെങ്കിൽ അത് അവിടെ ആൾക്കാർക്ക് അന്നദാനം അദ്ദേഹം ആശ്രമത്തിൽ അവിടെ പിന്നെ കേദാർഘാട്ടിനടുത്ത് അദ്ദേഹത്തിന്റെ ഒരു ചെറിയ കെട്ടമുണ്ട്. അവിടെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടെ ഇങ്ങനെ ദിവസവും സേവയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഈ ഒരു 3 വർഷം മുമ്പ് എനിക്ക് തോന്നുന്നു കൊറോണയുടെ ആ സമയത്താണ്, കൊറോണയുടെ അപ്പുറത്താണ് കൃത്യമായിട്ട് ഓർമ്മയില്ല. എന്തായാലും 20-ലോ അല്ലെങ്കിൽ 22-ലോ ആ സമയത്ത് അങ്ങനെയാണ്. 22-ലല്ല, എന്തായാലും 20-ലോ 21-ലോ അദ്ദേഹത്തിന് കുറെ ഭക്തന്മാരുണ്ട്. ഇപ്പൊ ഭക്തന്മാരൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് ഇങ്ങനെ വന്ന് സഹായിക്കുന്നവരൊക്കെ ഉണ്ട്. അവര് അദ്ദേഹത്തിന് ഇടയ്ക്ക് വിദേശത്തൊക്കെ പോകാറുണ്ട്. കാരണം ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം വിദേശത്തൊക്കെ കൊണ്ടുപോകും. അപ്പൊ അങ്ങനെ ദുബായിലോ മറ്റോ പോകാൻ വേണ്ടിയിട്ട് പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ പോയി ഇവിടുന്ന് വാരണാസി ഡൽഹി എയർപോർട്ടിൽ പോയി. അപ്പൊ ഡൽഹി എയർപോർട്ടില് ഇന്റർനാഷണൽ എയർപോർട്ടിൽ പോയിട്ട് ഇദ്ദേഹത്തിന്റെ ID ആധാർ കാർഡ് ചെക്കിങ് കൊടുത്തു. സാധാരണ ആധാർ കാർഡ് കോപ്പി വിടുന്നു, പാസ്പോർട്ട് കൊടുത്ത്. അപ്പൊ പാസ്പോർട്ടും വിസയുടെ ചെക്കിങ് കൊടുത്തിട്ട് ഈ അവിടെ ഇരുന്ന ലേഡി അവരിങ്ങനെ പാസ്പോർട്ട് മറിച്ച് നോക്കിയപ്പോ ഇയാൾ ഡേറ്റ് ഓഫ് ബർത്ത് അയാളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കി ഇയാൾ കൊടുത്തു നോക്കി. ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഇയാളായിട്ട് യോജിപ്പില്ല. കാരണം അവർക്ക് തോന്നി ഡേറ്റ് ഓഫ് ബർത്തിൽ എന്തോ കളിയുണ്ട്. ഇങ്ങനെ ഇത്രയും പൈസ ഉണ്ടായിട്ട് കേട്ടിട്ടില്ല. ഇയാളുടെ പുറത്ത് ഒരു വിവരം ഇല്ലല്ലോ. അന്നവരെ അറിയില്ലായിരുന്നു. അപ്പൊ ഇയാളോട് ചേർത്ത് സ്വാഭാവികമായിട്ട് പ്രശ്നമായി ഇത് ശരിയാണോ, വെരിഫിക്കേഷൻ വേണമെന്ന് പറഞ്ഞു. വീണ്ടും പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ, ഐഡിയുടെ വെരിഫിക്കേഷൻ എല്ലാ സ്ക്രീനിങ് ചെയ്തു. അദ്ദേഹത്തിന്റെ എല്ലാ ചെക്കിങ് ചെയ്തു. ഓക്കെ, അപ്പൊ എല്ലാം അദ്ദേഹത്തിന്റെ വെരിഫൈഡ് ആണ്, ഒക്കെയാണ്. കാരണം അദ്ദേഹത്തിന്റെ വളരെ ഭക്ത മനുഷ്യനാണ്. ഇതാണ് സിവിലൈസേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു അൾട്ടിമേറ്റ് ഫോമാണ്. അത്രയും നല്ല സ്വഭാവമാണ്. അപ്പൊ അദ്ദേഹം അതെല്ലാം സംഭവിച്ചു. ഇത് വെരിഫൈ ആയി, ഇത് സ്ക്രീനിൽ വന്നു. ഇദ്ദേഹത്തിന് എപ്പോഴും കണ്ടുപിടിച്ചു. നമ്മളെ കാലത്ത് തന്നെ ജീവിച്ചെത്രയോ കാലം ജീവിച്ച ആളാണ്. പക്ഷെ അതുവരെ ആർക്കും അറിയില്ലായിരുന്നു. അവിടെ നോക്കുന്ന ആൾക്കാർക്ക് അറിയാം. കാരണം ഇദ്ദേഹം ഒരു വിചാരവും വിശ്വസിക്കുന്ന ആഗ്രഹിക്കുന്ന ആളെന്നാ തോന്നുന്നു. അതൊന്നും അദ്ദേഹം താല്പര്യം. ഇവരിത് കണ്ടുപിടിച്ചത് മീഡിയക്ക് കൊടുത്തു. മീഡിയ അത് എല്ലാവർക്കും പ്രചരിപ്പിച്ചു. അങ്ങനെ പ്രചരിപ്പിച്ച് അദ്ദേഹത്തിന്റെ വീഡിയോ എടുത്തു. ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് പുറത്തു വന്നതോടുകൂടി ഇങ്ങനെ. അങ്ങനെ അത് കേന്ദ്ര സർക്കാർ ആ വർഷം തന്നെ കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ വിളിച്ച് പത്മശ്രീ കൊടുത്തു. അവിടെ ആയിട്ട് അദ്ദേഹം പോയി തിരിച്ചു വന്നു. ഇപ്പൊ അദ്ദേഹം അപ്പൊ ഇതിലുള്ള പ്രശ്നം ഇദ്ദേഹത്തിന്റെ ശരീരം കണ്ടാൽ, നമ്മൾ ഇപ്പോഴും കണ്ടാൽ 129 വയസ്സായുള്ള ആളാണെന്ന് പറയും. അത് ഉറപ്പാണ്. കാരണം നമ്മുടെ പ്രകാശിൽ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം വന്നപ്പോഴും ശരിക്കും അദ്ദേഹം നടന്നു പോകും. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം ചെയ്യും. സ്വാമിമാരൊക്കെ കണ്ടിട്ട് സാക്ഷാത് നമസ്കരിക്കും. ഒരു വട്ടം 2-3 വട്ടം നമസ്കരിക്കും. ആ കൂടെ അദ്ദേഹത്തിന്റെ ഒരു ബേസിക് കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് യാത്ര ചെയ്യും. 3 വർഷം യാത്ര ചെയ്യും. ഈ യാത്ര ചെയ്യണൊക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ്.
അതായത് ബസ്സിൽ അല്ലെങ്കിൽ ട്രെയിനിൽ സെക്കൻഡ് ക്ലാസ് അങ്ങനെയൊക്കെ യാത്ര ചെയ്യുന്നു. അദ്ദേഹത്തിന് യാതൊരു സ്പെഷ്യൽ ഇതും ആഗ്രഹമില്ല. ഭക്ഷണമൊക്കെ ശരിയാക്കി ഭക്ഷണം കഴിക്കുന്നത് എല്ലാ സംഗതിയും എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് നോർമലാണ്. കാരണം ഈ 10 ദിവസത്തേക്ക് ഓപ്പറേറ്റ് അദ്ദേഹത്തിന് ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കും. ഇതൊക്കെ വെരിഫൈ ചെയ്യാൻ പറ്റും. കാരണം 10 ദിവസത്തേക്ക് ഓപ്പറേറ്റ് പിന്നെ അത് അംഗീകരിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ അതൊക്കെ വെരിഫൈ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഫ്രൈഡ് ഐറ്റംസ് ഒന്നും കഴിക്കില്ല. നേരത്തെ പറഞ്ഞു, ഒന്നും ഫ്രൈഡ് ഐറ്റംസ് ഒന്നും കഴിക്കില്ല, മിൽക്ക് പ്രോഡക്ട്സ് കഴിക്കില്ല. അപ്പൊ അതിന് അദ്ദേഹം പറഞ്ഞ റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണങ്ങളൊന്നും സാധാരണക്കാർക്ക് കിട്ടില്ല. സാധാരണക്കാർക്ക് കിട്ടുന്നതായിട്ടുള്ള ഭക്ഷണം എന്നുള്ളതാണ് അദ്ദേഹത്തിന് ചെയ്യുന്നത്. എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം. അപ്പൊ പച്ചക്കറികള്, ഇങ്ങനെ ചോറ്, പിന്നെ അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമാണ്, ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കഴിക്കുള്ളൂ. അദ്ദേഹത്തിന് ഒരു ഡിഫിഷ്യൻസി ഇല്ല, ഒരു പ്രശ്നമില്ല, പൂർണ്ണമായിട്ട് ആരോഗ്യവാനാണ്. ഇപ്പോഴും അദ്ദേഹം യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ദിവസവും മറ്റുള്ളവരെ യോഗ പഠിപ്പിക്കുന്നുണ്ട്, പ്രാണായാമം ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇത് സയൻസില്, ഇപ്പോ മെഡിക്കൽ സയൻസിൽ അവർക്ക് ഇദ്ദേഹത്തിന്റെ ജീവിതം അർത്ഥം. കാരണം ഇത് എങ്ങനെ ഇത്രയും സംഗതികള് ഈ ഒരു ബേസിക് ബാലൻസ് ചെയ്യുന്നു. ഈ സയൻസ് പറയുന്നതായിട്ടുള്ള പ്രോട്ടീൻ പറയുന്ന സാധനങ്ങളൊന്നും ഇദ്ദേഹം കഴിക്കുന്നില്ല. പാൽ എത്രയോ കാലമായിട്ട് അദ്ദേഹം ഉപയോഗിച്ചു. നെയ്യ് ഉപയോഗിക്കില്ല. കാരണം നെയ്യും സാധാരണക്കാർ കഴിക്കുന്നതല്ല. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒരു തിയറി. വളരെ ഡിസിപ്ലിൻ ഉള്ള ആളാണ്. അപ്പൊ നമ്മളെ കാണാൻ അദ്ദേഹം ഒന്ന് എഴുതി തന്നു. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് അദ്ദേഹത്തോട് അതുകൊണ്ട് അത്ര സ്പഷ്ടമായിട്ട് എഴുതി തന്നു. ഇവിടെ ലാബിലുണ്ട്, അവിടെ കാണിച്ചു. അപ്പോ ഇതാണ് അതിന്റെ വാസ്തവികമായിരിക്കും. അപ്പൊ അതിനോട് ചോദിക്കാൻ നിങ്ങൾ എന്ത് അത്ഭുതമാണ് ചെയ്തത്? ഞാൻ പറഞ്ഞു, ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനിങ്ങനെ ഇത്രയും കാലമായിട്ട് ഇങ്ങനെ ജീവിച്ചു, ഇങ്ങനെയാണ് കാര്യം, അനാവശ്യമായിട്ടൊന്നും ചെയ്യില്ല, ഒരു വൈരാഗ്യ ജീവിതമാണ് അദ്ദേഹത്തിന്. അതൊന്നും പൈസ വാങ്ങില്ല. ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ അത് നേരെ അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞ് കൊണ്ടുപോകും. എവിടെയെങ്കിലും ആൾക്കാർ വണ്ടിയിൽ ബുക്ക് ചെയ്ത് കൊണ്ടുപോയാൽ കൊണ്ടുപോകും. അവിടെ പോയിട്ട് പ്രവാസം ചെയ്യുന്നത് വർത്തമാനം കുറച്ചേ പറയും. നമ്മളെ പോലെ ഇങ്ങനെ 4-5 മണിക്കൂർ വർത്തമാനം പറയാൻ കഴിയും. ആ വർത്തമാനം കുറച്ച് സംസാരിക്കും. അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രായമായി എന്നുള്ള രീതിയിലുള്ള ഒരു മനസ്സിലാണ്. നമ്മളൊരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞാൽ അദ്ദേഹം ഒരു 5-6 വാക്ക് സംസാരിക്കും. അപ്പൊ അത് ബേസിക്കലി വർത്തമാനം പറയുന്നത് കുറവാണ് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി എല്ലാം നോർമലാണ്. പല്ലുണ്ട്, ഇപ്പോഴും കണ്ണാടി വയ്ക്കാതെ തന്നെ എഴുതാനും വായിക്കണം. കണ്ണാടി വയ്ക്കുന്നുണ്ട്, ഇല്ലാതെ അദ്ദേഹത്തിന് ചെയ്യാം. അപ്പൊ എങ്ങനെ നമ്മൾ അറിയാം എന്താ റീസൺ? അപ്പൊ അതുകൊണ്ട് നാച്ചുറൽ ആയിട്ടുള്ള ചില സംഗതികളുണ്ട്, അത് അക്സെപ്റ്റ് ചെയ്യുക. അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങള് നമ്മുടേതായിട്ടില്ല. നമ്മുടെ മനസ്സിനെ വേറൊരു തലത്തിൽ സമ്മർദ്ദം കൊണ്ട് നമ്മൾ വേറെ നാട്ടിൽ തീർക്കാൻ ശ്രമിക്കുമ്പോൾ അത് മനസ്സിനോ ശരീരത്തിനോ ഒന്നും അക്സെപ്റ്റ് ആകുന്നില്ല. ഇതിനാണ് അധ്യാത്മത്തില് മിഥ്യാജ്ഞാനം എന്ന്. അപ്പൊ ഈ മിഥ്യാജ്ഞാനം തൽക്കാലം നമ്മൾ മാറ്റിവെച്ചു. മിഥ്യാജ്ഞാനമാണ് എല്ലാ പ്രശ്നത്തിനും കാരണം എന്ന് നമ്മൾ മാറ്റിവെച്ചു. ഈശ്വര അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ജന്മം കൊണ്ട് നേരത്തെ പറഞ്ഞ പരമാത്മാവിന്റെ ആ സ്വരൂപം നമ്മളിലേക്ക് എങ്ങനെയാണ് ആവിർഭൂതമായി? പരമാത്മാവിന്റെ സ്വരൂപത്തിൽ എന്തൊക്കെയുണ്ട്? സത്യ, ചിത്ത്, ആനന്ദം, അനന്തമുണ്ട്. സത്യത്തിൽ ആനന്ദമുണ്ട്. ഇതെങ്ങനെയാണ് നമ്മുടെ ബേസിക് നാച്ചർ ആയിരിക്കുന്നത്? അതിൽ ഞാൻ ആദ്യത്തെ ഉദാഹരണം പറഞ്ഞത് സ്ഥൂല ശരീരം. നമ്മളെ ഏറ്റവും ഐഡന്റിഫൈ വെച്ചിരിക്കുന്ന സ്ഥൂല ശരീരം. സരളമായിട്ട് പറഞ്ഞാൽ ഇത് സ്ഥൂല ശരീരം എന്നാണ് നമ്മള് ഭാഷയിൽ പറയുന്നത്, ഈ കാണുന്ന ശരീരം. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇതല്ലാത്ത ഒരു ശരീരവും ഉണ്ട്. ശരീരം ഉണ്ടെന്നല്ല, ഇതല്ലാതെയും നമ്മളുണ്ട്. ഇതെല്ലാവർക്കും സമ്മതമാണ്. ഈ ശരീരമല്ലാതെ ഉണ്ട് എന്നുള്ളതിന് എല്ലാവർക്കും സമ്മതമാണ്. ആണല്ലേ? തൽക്കാലമാണ് പോയി, ഇല്ലാത്തവരുണ്ടാവും, തൽക്കാലമാണ് പോയി. ഇനി അതിനൊരു തെളിവ് പറയാം. ഈ ശരീരമല്ലാതെ നമ്മുടെ അസ്തിത്വം ഉണ്ട്. ഈ ശരീരം എത്ര നീളമാണ്, എത്ര വീതിയൊക്കെ, എത്ര കടിയുണ്ട്, എത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ള ബാക്കി അവയവങ്ങളുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലാണ് നമ്മുടെ എല്ലാ പ്രയോഗങ്ങളും. ഇതാണ് നമ്മുടെ ഐഡന്റിഫിക്കേഷൻ. ഈ ഐഡന്റിഫിക്കേഷന്റെ കഥ പറഞ്ഞിട്ടാണ് നമ്മൾ ആ സ്വാമിയുടെ കഥ പറഞ്ഞത്. ഈ ശരീരമല്ലാത്ത ഒരു അസ്തിത്വം നമുക്ക് ഉണ്ട് എന്നുള്ള തെളിവാണ്. നമ്മൾ കണ്ണു നോക്കാൻ കഴിയും, സ്വപ്നം കാണാം, സ്വപ്നാവസ്ഥയിലേക്ക് അല്ലെ? സ്വപ്നം കാണുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് എന്താ ഉത്തരം? ഞാനാണ് സ്വപ്നം അല്ലെ? ഞാൻ തന്നെയാണ് സ്വപ്നം കാണുന്നത്. അതിലാർക്കും സംശയമില്ല, സ്വപ്നം കാണുന്നത് ഞാൻ തന്നെ. സ്വപ്നം കാണുന്ന സമയത്ത് സ്വപ്നത്തിൽ
ഒരു ശരീരം നമ്മൾ പ്രയോഗിക്കും അല്ലേ? കാരണം സ്വപ്നത്തിൽ ഭക്ഷണം കഴിക്കാറുണ്ട്, സ്വപ്നത്തിൽ നമ്മൾ യാത്ര ചെയ്യാറുണ്ട്, സ്വപ്നത്തിൽ കുളിക്കാറുണ്ട്, സ്വപ്നത്തിൽ നമ്മളെ മിത്രങ്ങളോടുകൂടി ആനന്ദിച്ച് രസിക്കാറുണ്ട്, സ്വപ്നത്തില് പാർട്ടികളിൽ പോകാറുണ്ട്, മദ്യം കഴിക്കുന്നവരാണെങ്കിൽ സ്വപ്നത്തിൽ മദ്യം കഴിക്കാറുണ്ട്. അപ്പോ പൂജയും ധ്യാനവും ചെയ്യുന്നവർ സ്വപ്നത്തിൽ ധ്യാനവും പൂജയും ജപവും ചെയ്യുന്നവരുണ്ട്. അപ്പൊ സ്വപ്നത്തിൽ ഇതെല്ലാം കാണും. സ്വപ്നത്തിൽ നമ്മൾ ചിലപ്പോൾ സിംഹത്തെ കാണുന്നു, ആനയെ കാണുന്നു, ആന എന്താണ് ആനയെ പേടിക്കുന്നു അല്ലെങ്കിൽ സിംഹത്തെ പേടിക്കുന്നു, നമുക്ക് ഇഷ്ടമുള്ളത് കാണുന്നു, ഇഷ്ടമുള്ളത് കാണുന്നു. എന്തൊക്കെ വ്യവഹാരങ്ങൾ ഇവിടെ ഉണ്ടോ അതെല്ലാം അതുപോലെ ശ്രദ്ധിക്കുന്നു. അതുപോലെ പറയുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, അതിന്റെ ഒരു ഫോർമേഷൻ കുറച്ച് വ്യത്യാസം. പക്ഷെ സ്വപ്നത്തിൽ അതൊക്കെ ഉണ്ട്, ആ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ബേസിക്കലി നമുക്ക് അനുഭവങ്ങളൊക്കെ അവിടെയും ഉണ്ട്, അത് അനുഭവിക്കുന്നു. അതെല്ലാം ഞാനാണ് അനുഭവിക്കുന്നു എന്ന അഭിമാനവും സുഖവും ദുഃഖവും ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഉണർന്നിട്ട് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു, നല്ല രസമായ സ്വപ്നമായിരുന്നു, ആ സമയത്ത് ഉണരാതിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, കുറച്ച് സമയം കൂടെ ഉറങ്ങാൻ കഴിഞ്ഞെങ്കിൽ കുറച്ചുകൂടെ ആ സ്വപ്നം ആസ്വദിച്ച് രസിക്കാമായിരുന്നു, പെട്ടെന്ന് ഉറന്നുപോയി നമ്മൾ ദുഃഖത്തോടുകൂടി പറയാറുണ്ട്. അതിനർത്ഥം അവിടെ ആ കിട്ടിയ സ്വപ്നത്തിന്റെ അനുഭവം വളരെ രസകരമായിരുന്നു. അതുപോലെ ദുഃഖ സ്വപ്നങ്ങൾ കണ്ടിട്ട് പേടിച്ച് വിരട്ട് നിലവിളിച്ച് തുടരാറൊക്കെ ഉണ്ട്. അങ്ങനെയും നമ്മൾ കാണാറുണ്ട്, പേടിച്ചപ്പോൾ കാണും. ആ പേടിച്ചതോടുകൂടി പരിഹാരം ചെയ്യാം. വിഷയം ഈ സ്വപ്നത്തിൽ നാം സഞ്ചരിക്കുന്നതും ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ശരീരം, ഈ ശരീരമാണോ? അപ്പൊ അവിടെ നിങ്ങളുണ്ടെങ്കിലും ശരീരം വേണം, എന്തെങ്കിലും വേണ്ടേ? വീട്ടിലില്ലാതെ അവിടെ എങ്ങനെ ഉണ്ടാവുക? എന്തോന്നുണ്ട്, ആ ഉള്ളത് വെച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ, ഇവിടെ ഉള്ള മാതിരി എല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് മാതിരി ഒരു ശരീരം അവിടെ ഉണ്ട് എന്ന് നമുക്ക് യൗക്തികമായിട്ട് പറയേണ്ടി, ലോജിക്കലി പറയേണ്ടി അല്ലെ? ഉണ്ട്. അത് ഈ ശരീരം അല്ലാതുള്ള ഉറപ്പല്ലേ? ഉറപ്പല്ല. കാരണം എന്താണ്? ഈ ശരീരത്തിൽ നമ്മൾ നല്ലൊരു കിടത്തേക്ക് കിടത്തിയിരിക്കുന്നു, അത് സുഖമായിട്ട് ഉറങ്ങുന്നു, എല്ലാ വാതിലിന്റെ കുട്ടികളും ഒക്കെ ഇട്ടിട്ടുണ്ട്, സ്വയം പുറത്തുപോകാനുള്ള സാധ്യതയില്ല. അപ്പൊ എന്നാൽ ഈ മറ്റേ ശരീരം അവിടെ സഞ്ചരിക്കുകയോ അനുഭവിക്കുകയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം ഈ ശരീരത്തിൽ നിന്നും അപകടത്തിന് വേറെ ഒരു ശരീരം നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമുക്കുണ്ട്, ആ ശരീരവുമായിട്ട് ഐഡന്റിഫൈ അത് രണ്ടാമതൊരു ശരീരമാണ്. അവിടെ ഉള്ള വേറെ പ്രത്യേകത, ഇവിടെ ചെയ്തു പോയ കാര്യങ്ങളുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ പറയുന്നത്. ഇത് ടോട്ടലി ഡിഫറെന്റ് വേൾഡിലാണ് നമുക്ക് പോകുന്നത്. ഇവിടെ ആഹാരമൊക്കെ കഴിച്ചതല്ല, ഇതൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നൊക്കെയാണ്. അവിടെ പോയിട്ട് വിശന്ന് വലഞ്ഞ് ആഹാരം കഴിക്കുന്നവരെ ഇവിടെ കുളിച്ച് കിടന്നുറങ്ങിയ ആളാണ് പറ്റും. അവിടെ കുളിച്ചിട്ടില്ലാതെ 2 ദിവസമായി കുളിച്ചിട്ട് എന്ന് വിചാരിച്ച് പുറത്തും ചാടി കുളിക്കുന്നതായിട്ട്. അപ്പൊ ഇവിടെ കുളിച്ചത് അവിടെ എഫക്ട് ചെയ്യുന്നില്ല, ഇവിടെ കഴിച്ചത് അവിടെ എഫക്ട് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതിനർത്ഥം ഇവിടെ ഈ ജാഗ്രത അവസ്ഥയിൽ, ഉണർന്നിരിക്കുന്ന അവസ്ഥയിൽ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നുവോ അതിന്റെയൊക്കെ ഫലവും പരിണാമവും ഒക്കെ ഇവിടെ തന്നെ നമ്മൾ ഉപേക്ഷിച്ചു. നിങ്ങൾ ഈ കാണുന്ന ജാഗ്രത അവസ്ഥയിലെ സ്ഥൂല ശരീരം മാത്രമല്ല, ഇത് മാത്രമല്ല, ഇതല്ലാതെ ഒരു ലൈഫ്, ഒരു ജീവിതം, ഒരു അനുഭവം നിങ്ങൾക്കുണ്ട്. ആ അനുഭവത്തിൽ ഇവിടെ ചെയ്യുന്നതൊന്നും ആപ്ലിക്കബിൾ അല്ല, ഇവിടെ ചെയ്യുന്നതൊന്നും എന്താണ് ഉപയുക്തമല്ല. ഇതെല്ലാം വേറെയാണ്. ഇതിന് നീ ഇവിടെ ഉപേക്ഷിച്ച് പോകും. ഇവിടെ ചെയ്യുന്നത് മാത്രം സത്യമാണെന്ന് കരുതരുത്. കാരണം ഇവിടെ ചെയ്യുന്നത് ഇവിടത്തേക്ക് മാത്രമുള്ളതാണ്. അതായത് ജാഗ്രതയിൽ ചെയ്യുന്നത്, ഉണർന്നിരിക്കുമ്പോൾ മാത്രമുള്ളതാണ്. അതിന് വേറൊരു സ്ഥലത്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ കഴിഞ്ഞു. പക്ഷെ നീ അയാൾ തന്നെ, ഈ അനുഭവിക്കുന്ന ആള് അയാൾ തന്നെയാണ്. കാരണം ജാഗ്രത അനുഭവിച്ച ആള് തന്നെയാണ് സ്വപ്നം അനുഭവിക്കുന്നത് എന്നതിന് സംശയമില്ല. കാരണം രാവിലെ എഴുതുമ്പോൾ ഞാൻ തന്നെയാണ് സ്വപ്നം കണ്ടത്, വേറൊരാൾ കണ്ടു എന്ന് പറയുന്നില്ല അല്ലെ? അത് ഉറപ്പാണ്. അതിനർത്ഥം ജാഗ്രതയിൽ അനുഭവിച്ച നീ തന്നെയാണ് അവിടെ ശേഷിക്കുന്നത്. പക്ഷെ നിന്റെ ബന്ധത്തിലുള്ള എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നീ ഇവിടെ തന്നെ ജാഗ്രതയിൽ തന്നെ
ഉപേക്ഷിച്ച് പോകും എന്ന് നീ അറിയൂ. ഇതാണ് എന്റെ ഒറിജിനൽ സ്വരൂപം എന്ന് ഭഗവാൻ നമ്മോട് പറയുന്നുണ്ട്. ഓരോ സ്വപ്നം കാണുന്നത് കഴിഞ്ഞു. പക്ഷെ അത് നമ്മൾ അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ട് നമുക്ക് തോന്നാറില്ല. സ്വപ്നത്തിൽ നമ്മൾ വില കൊടുക്കാൻ ഇവിടെ സ്വപ്നത്തിൽ ഒരുപാട് ഇൻഫർമേഷൻസ്, സ്വപ്നം പല പല കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരും. മുന്നിൽ നടക്കാൻ പോകുന്നത് മുൻകൂട്ടി അറിയും. ഇതിലേക്കുണ്ട് സ്വപ്നശാസ്ത്രം, ജ്യോതിഷത്തിന്റെ ഒരു ശാസ്ത്രമുണ്ട്. അതിനെ സ്വപ്ന നിമിത്തങ്ങൾ പഠിക്കുന്ന ജ്യോതിഷാസ്ത്രമുണ്ട്. അത് പഠിച്ചാൽ അത് മനസ്സിലാവും. ഏത് സ്വപ്നം കണ്ടാൽ എന്താണ് അതിന് മനസ്സിലാക്കേണ്ടത് അറിയാൻ. അത് വളരെ നല്ലതാണ്. പക്ഷെ നമുക്ക് പലപ്പോഴും അത് അറിയാതിരിക്കുകയാണ് നല്ലത്. കണ്ടിത് അറിഞ്ഞാല് നടക്കാൻ പോകുന്നത് മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് ബി പി ഒക്കെ കൂടുമ്പോൾ പ്രശ്നങ്ങളാവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതിന് സാധാരണ ഉണ്ടാവുന്നത്. സ്പെഷ്യലി അത് നിമിത്തശാസ്ത്രം പഠിച്ചാൽ, സ്വപ്ന നിമിത്തശാസ്ത്രം പഠിച്ചാൽ അറിയാൻ പറ്റും. അത് ശാസ്ത്രമുണ്ട്, ജ്യോതിഷത്തിന്റെ ഭാഗമായിട്ട് ബന്ധമുണ്ട്. വേറെ പല ശാസ്ത്രങ്ങളുടെ ഭാഗമായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഈ ശരീരമല്ലാതെ മറ്റൊരു ശരീരം കൊണ്ടുണ്ട്. ആ ശരീരത്തിൽ നമ്മൾ പറയുന്ന സ്വപ്നം കാണുകയോ അനുഭവിക്കുകയോ ചെയ്യുന്ന ശരീരത്തിന് പറയുന്ന പേരാണ് സൂക്ഷ്മ ശരീരം, സബ് ബോഡി എന്ന് പറയും. ഈ സൂക്ഷ്മ ശരീരത്തിൽ എന്തൊക്കെയാണുള്ളത് വെച്ചാൽ മനസ്സുണ്ട്. കാരണം അവിടെ മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മാംശം ഇന്ദ്രിയങ്ങളോടെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഈ പ്രവൃത്തികളൊക്കെ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മാംശങ്ങളുണ്ട്. പ്രാണൻ സ്വാഭാവികമായിട്ട് പ്രാണൻ സഞ്ചരിക്കുന്നു. അപ്പൊ പ്രാണന് ഇന്ദ്രിയങ്ങള്, മനസ്സും ബുദ്ധിയും അഹങ്കാരവും ഇതെല്ലാം ചേർന്ന ഒരു ശരീരം വേറെ. ഈ സ്ഥൂല ശരീരം ഒഴിച്ച് ബാക്കിയെല്ലാമുള്ള വേറെ ശരീരം. ആ ശരീരത്തിൽ നമ്മൾ സൂക്ഷ്മ ശരീരം. ഇതിന് 17 തത്വങ്ങളെന്നും 19 തത്വങ്ങളെന്നും പറയും. 17 തത്വങ്ങൾ എന്തൊക്കെയാണ്? 5 കർമ്മേന്ദ്രിയങ്ങള്, 5 ജ്ഞാനേന്ദ്രിയങ്ങള്, പിന്നെ എത്രയായി 10, പിന്നെ 5 പ്രാണൻ 15, മനസ്സ് ബുദ്ധി 17, അതിന്റെ കൂടെ ചിത്തവും അഹങ്കാരവും ചേർത്താൽ 19, അല്ലെങ്കിൽ മനസ്സ് ബുദ്ധി തന്നെ ചിത്തവും അഹങ്കാരം. അപ്പൊ അങ്ങനെ 5 + 5 + 5 + 2 or 4 ഇങ്ങനെ 17 19 തത്വങ്ങളെയാണ് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത്. കാരണം ഇത് വെച്ചുള്ള പ്രവർത്തനമാണ് സ്വപ്നം. അപ്പൊ ഇവിടെ എന്ത് മനസ്സിലായി കഴിഞ്ഞാൽ ഈ സ്ഥൂല ശരീരം മാത്രമല്ല നമ്മുടെ ഐഡന്റിഫിക്കേഷൻ. അപ്പൊ അതുകൊണ്ട് സൂക്ഷ്മ ശരീരത്തിന്റെ വേറൊരു ശരീരമായിട്ട് നമ്മൾ കണക്കാക്കി അവിടെ എന്റെ അസ്തിത്വമുണ്ട്, ഞാനാണ് അനുഭവിക്കുന്നത് എന്ന അസ്തിത്വമുണ്ട്. അപ്പോ ആത്മാവിന്റെ ഒരു സ്വരൂപം എന്തായിരുന്നു? അസ്തിത്വം. അതവിടെ അസ്ഥിസ് കണ്ടിന്യൂ ചെയ്തു. അവിടെ നമ്മള് സുഖവും ദുഃഖവും അനുഭവിക്കുന്നു. അപ്പോ അതിനർത്ഥം അനുഭവവും എക്സ്പീരിയൻസും അവിടെ. എക്സ്പീരിയൻസ് എന്ന് പറയുന്ന അറിവും അവിടെ അനുഭവിക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നു. അതിനർത്ഥം കോൺഷ്യസ്നെസ്സും ഉണ്ട്, എക്സിസ്റ്റൻസും ഉണ്ട്, കോൺഷ്യസ്നെസ്സും ഉണ്ട്, അനുഭവമാവും സുഖവും. ഇവിടെ സൂക്ഷ്മത. ഇത് രണ്ടാമത്തെ. അപ്പൊ എന്താണ് സംഭവിച്ചത് ഇവിടെ എന്ന് ചോദിച്ചാൽ, നമ്മൾ തുടങ്ങിയ വിഷയത്തെ ഓർമ്മ അത് മറന്നു പോകുന്നു. കാരണം നമ്മൾ വേറെ എവിടെയോ പോയെന്ന് തോന്നുന്നു. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. സച്ചിദാനന്ദ രൂപമായിരിക്കുന്ന പരമാത്മാവ് എല്ലാത്തിലും വ്യാപ്തമായിരിക്കുമ്പോൾ അത് നമ്മളിൽ വ്യാപ്തമാണ്. നമ്മളിൽ അത് മാറാതെ എപ്പോഴും ഉണ്ട്. അത് നമ്മൾ അനുഭവിക്കുന്നു. ഇതിനെ പ്രൂഫ് ചെയ്യാൻ നമ്മുടെ എക്സ്പീരിയൻസിനെ അനലൈസ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മളിൽ എപ്പോഴും ഉണ്ട് എന്ന് അനുഭവിച്ചറിയാം. അതൊരു സരളമായ രീതിയിൽ പറഞ്ഞു. യഥാർത്ഥത്തിൽ പഠിക്കുമ്പോൾ ഇതൊക്കെ വേറെയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അതിനൊരു സരളമാക്കി പറയും. കാരണം ഒരു വിഷയം അറിയാം, സരളം സമുദ്ര വേദാന്തം പറയാറ്. അപ്പൊ അത് സരളം. ഇനി ഇതിലേതെങ്കിലും സംശയം ഉണ്ടോ ഇത് ചോദിച്ചാൽ, ഞാനീ പറഞ്ഞത് അങ്ങനെ അല്ല എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടോ? ഉണ്ടെങ്കിൽ സംശയം തൽക്കാലം പിടിച്ചു വയ്ക്കാം. ഞാൻ ഇനി പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം സംശയം ചോദിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ് ഒരു സ്റ്റെപ്പോട് ഒരു ജീവിതം കൂടെ നോക്കണം. അതെന്താണ്? ഗാഠനിദ്ര, സ്വപ്നമില്ലാത്ത ഉറക്കം. അല്ലെ? സ്വപ്നമെല്ലാം ധരിച്ച് ഒന്നുമില്ല, സ്വപ്നമില്ലാത്ത ഉറക്കം. നമ്മൾ ശരിയായ ഉറക്കം പറയും. ഏറ്റവും നന്നായിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞാൽ സ്വപ്നം കണ്ട് ഉറങ്ങിയെന്ന് മാത്രമല്ല, സ്വപ്നമില്ലാതെ ഗാഠനിദ്രയും ഉറങ്ങി. ഈ ഗാഠനിദ്രയില് സ്വപ്നമില്ല, അവിടെ വിചാരമില്ല, മനസ്സില്ല, ഒന്നുമില്ല.
എന്തെങ്കിലും ഉണ്ടോ? സ്ഥൂല ശരീരം ഇല്ല, അത് നേരത്തെ സൂക്ഷ്മ ശരീരം എന്ന മനസ്സ് ഈ പറഞ്ഞ 17 തത്വങ്ങൾ അല്ലെങ്കിൽ 19 തത്വങ്ങള് ഇല്ല. എന്തൊക്കെയാ 17 തത്വങ്ങള്? പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, പഞ്ചപ്രാണനും, മനസ്സും ബുദ്ധിയും. ഇത് ഓർമ്മ വെക്കും. ഇതിനെയാണ് ആ തത്വങ്ങൾ എന്ന് പറയുന്നത്. അത് ഒന്നും ഇപ്പോൾ നമ്മൾ അറിയുന്നില്ല. പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ അറിയുന്നില്ല, പഞ്ചകർമ്മേന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ അറിയുന്നില്ല, മനസ്സ് ചലിക്കുന്നില്ല, ബുദ്ധിയുടെ വിചാരങ്ങളൊന്നുമില്ല, അഹങ്കാരമില്ല. അല്ലെ? അഹങ്കാരമുണ്ട്? അഹങ്കാരമില്ല. സ്മൃതിയില്ല, ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. ഓർമ്മിച്ചാണ് കിടക്കുന്നത്, ഓർമ്മ വരും. ഓർമ്മയില്ല. അങ്ങനെ കിടക്കുമ്പോ അവിടെ എന്താണ് നാം അനുഭവിക്കുന്നത്? ആരാണ് അനുഭവിക്കുന്നത്? ഈ ഗാഠനിദ്രയിൽ കിടന്നു ഉറങ്ങുന്നത് ആരാണ്? നമ്മൾ തന്നെയല്ലേ? അല്ലാതെ ഈ ഗാഠനിദ്രയിൽ പോയപ്പോ നമ്മൾ മരിച്ചുപോയി എന്ന് പറയാം. അതിലങ്ങനെ പറയേണ്ടതാണ്. കാരണം ഈ ശരീരം ഇല്ല അവിടെ. ഞാൻ മനുഷ്യനാണോ എന്നുള്ള ബോധമില്ല, ഞാൻ പുരുഷനാണോ സ്ത്രീയാണോ എന്നുള്ള ബോധമില്ല. നമ്മൾ എന്തൊക്കെ ഐഡന്റിഫിക്കേഷൻ ഉണ്ടായിരുന്നോ ആ ഐഡന്റിഫിക്കേഷന്റെ ഒന്നും ബോധം അവിടെ ഇല്ല. അതിനെ കുറിച്ച് ഒരു അറിവും നമുക്ക് അവിടെ ഇല്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ആ ബോധത്തോടു കൂടി ആരാണോ പാസ്പോർട്ടും ആധാർ കാർഡും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അയാളവിടെ ഇല്ല. അയാള് മരിച്ചു എന്നതിന്റെ പറയാം. ആരെ സംബന്ധിച്ച് കിടന്നുറങ്ങുന്ന ആളുകൾ, ജീവിച്ചിരിക്കുന്ന ആളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അയാളെ കിടന്നുറങ്ങുന്ന താമസമായിട്ട് ജീവിച്ചിരിക്കും, നാളെ സഞ്ചരിക്കുന്നവർ ജീവിച്ചിരിക്കുന്നു എന്ന് പറയും. നമുക്കിതൊന്നും ഓർമ്മയില്ലാത്തത് കൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഈ ഐഡന്റിഫിക്കേഷൻ ഇപ്പോ ഇല്ല, ബോധതലത്തിലേ ഇല്ല, അതറിയാനേ കഴിയും. ഈ പറഞ്ഞ ഐഡന്റിഫിക്കേഷൻ ഒന്നും ഇല്ല എങ്കിൽ ആ ഇല്ലാത്ത ഐഡന്റിഫിക്കേഷൻ എല്ലാം മാറ്റിവെച്ചാൽ പിന്നെ എന്താണ് ഉള്ളത്? ഞാൻ ഉറങ്ങി എന്നുള്ള അനുഭവത്തിൽ എന്താ ശേഷിച്ചിട്ടുള്ളത്? ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയണം. കാരണം ഉത്തരപ്രതിജ്ഞകളിൽ കേൾക്കുന്നുണ്ടോ മനസ്സിലാവുന്നതോ എനിക്ക് മനസ്സിലാവും. അതായത് അവിടെ ഉള്ളത് എന്താണ്? നമ്മള് ഇപ്പോ ഞാൻ ഉറങ്ങുന്നു എന്നുള്ളതുണ്ട്, ഉണ്ടോ? അവിടുന്ന് വരുമ്പോഴുണ്ട്. എന്നാലും ഉള്ളതെന്ന് പറയണ്ടേ? ഞാൻ ഉറങ്ങിയിരുന്നു അല്ലെങ്കിൽ ഞാൻ സ്വന്തം അനുഭവിച്ചു എന്നുണ്ടല്ലോ, ഉണ്ട്. ഞാൻ ഉറങ്ങുന്നു എന്നുള്ളത് അവിടെ. അതുകൊണ്ടാണ് പിന്നീട് പറയുന്നത് ഞാനല്ലാത്ത വേറൊരാൾ ഉറങ്ങുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഞാനല്ലാത്ത വേറൊരാളോ വേറൊന്നോ അല്ല ഉറങ്ങുന്നത്. വേറെ ഭൂതം വന്നു, ആ ഭൂതം കയറി ഭൂതം വന്നു, ഇങ്ങനെയല്ലോ. അവിടെ അനുഭവം എന്താണ്? ഞാൻ തന്നെ ഉറങ്ങി, എനിക്ക് തന്നെയാണ് ആ ഉറക്കത്തിന്റെ അനുഭവം എന്നുള്ളതിൽ ആർക്കും ഒരു സംശയം ഉറപ്പല്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ ഞാൻ ആര്? ആ ഞാൻ ഉറങ്ങി എന്ന് പറയുന്ന ഗാഠനിദ്രയിൽ ഉറങ്ങി എന്ന് പറയുന്ന ഞാൻ ആര്? ആ ഞാൻ എന്നുള്ള അനുഭവത്തിന്റെ ഐഡന്റിഫിക്കേഷൻ ഉണ്ട്. ബോധം, അത് ശരിയാണ്. പിന്നെ ബോധം എന്ന് പറയുന്നത് എന്തിന്റെ ബോധം? കോൺഷ്യസ്നസ്. എന്തിന്റെ കോൺഷ്യസ്നസ്? അപ്പോ ശരിക്കും ജ്ഞാനം ഉണ്ടായിരുന്നു. അതായത് ഈ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ബോധം എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അവിടെ എന്തിന്റെ ബോധം ഉണ്ടായി? കാരണം ബോധം should be defined. അല്ലാതെ ബോധം ഉണ്ടായെന്ന് പറഞ്ഞാൽ എനിക്കൊരു അറിവുണ്ട്, ഇതിന്റെ അറിവാ ഇതൊക്കെ ഉള്ളത് എന്ന് ചോദിച്ചാൽ അവറിയണം. അതാണ് ഇമ്പോർട്ടൻറ്റ്. ബോധം എന്ന് പറയുന്നതിന് നമുക്ക് ശരീരാദികളുടെ ബോധം പറയാൻ പറ്റില്ല, അവിടെ അതില്ല എന്നുള്ളത് ഉറപ്പാണ്. ആ നിലയ്ക്ക് ബോധമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മുടെ അനുഭവം ഇത് വേറെ പ്രമാണം വേറെ ആരും പറഞ്ഞു തരില്ല. ഞാൻ അവിടെ ഉറങ്ങിയപ്പോൾ ഞാൻ അറിഞ്ഞു. ആരെ അറിഞ്ഞു? എന്നെ തന്നെ ഞാൻ, അല്ലെങ്കിൽ ഞാൻ മാത്രമേ
അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞാൻ ഇതല്ലേ ശരി? ഞാൻ മാത്രമാണ് ഈ ഉറങ്ങിയതായിട്ടുള്ള ഞാൻ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്ന അറിവാണ് എനിക്ക് അവശേഷിച്ചത്. മറ്റൊന്നും എന്നിലുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ ഉണർന്നു കഴിയുമ്പോൾ ഉണർന്നു കഴിയുമ്പോൾ ഒന്നും അറിയാതെ അല്ലെ? ഈ ഒന്നും അറിയാതെ പറഞ്ഞാൽ ആക്ച്വലി അത് അത്ഭുതമാണ്, സത്യമാണ് പറയുന്നത്. വേറെ ഒന്നും ഇവിടെ അറിഞ്ഞില്ല. ഒന്നും അറിയാതെ ഞാൻ ഉറങ്ങി എന്ന ആ അറിവ് കാണിക്കുന്നത് ഒന്നും അറിയാതെ ഉറങ്ങിയ ഒരാള് അവിടെ ഉണ്ടായിരുന്നുവെന്നും അയാൾ മാത്രമാണ് അവിടെ അറിവിന്റെ വിഷയമായിട്ടുണ്ടായിരുന്നത്, അയാൾ മാത്രമാണ് അറിവ്. അതാണ് അവിടെ പ്രൂഫ് ചെയ്തത്. ഇത് എന്തിന്റെ പ്രൂഫാണ്? നമ്മുടെ അനുഭവത്തിന്റെ. ഇതാണ് നമുക്ക് ഈശ്വരൻ അനുഗ്രഹിച്ച് തന്നിരിക്കുന്ന ബ്രഹ്മജ്ഞാനത്തിന്റെ ആത്മജ്ഞാനത്തിന്റെ ഫസ്റ്റ് പ്രൂഫ്. ഇതിൽ ബേസ് ചെയ്തുകൊണ്ടാണ് വേദാന്തം മുഴുവൻ നമ്മുടെ ആത്മസ്വരൂപ ജ്ഞാനം. ഇനി നമ്മള് ഇതിനെ കുറിച്ചാണ് അല്പം അനലൈസ് ചെയ്യുന്നത്. ഒരു മണി വരെ സമയമുണ്ട്. അല്പം ഇതിനെ കുറിച്ച് അനലൈസ് ചെയ്യാൻ ആവശ്യം. ഇപ്പോ ഞാൻ അറിഞ്ഞു, ഞാൻ അവിടെ ഉറങ്ങുന്നു എന്ന് അറിഞ്ഞു, മറ്റൊന്നിനെയും അറിഞ്ഞില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നതിന് സംശയം. കാരണം ഞാൻ അവിടെ ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ ഉറങ്ങിയിട്ട് ഞാൻ ഉറങ്ങി എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ വാസ്തവത്തിൽ അവിടെ ഉണ്ടായിരുന്നു. മറ്റൊരു പ്രശ്നം, ഞാൻ അറിഞ്ഞു, ഇതും നമുക്ക് നിരാകരിക്കാൻ പറ്റില്ല. അവിടെ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഒന്നും അറിഞ്ഞില്ല എന്ന് പറയാം. മറ്റൊന്നും അറിഞ്ഞില്ല, പക്ഷെ ഞാൻ അവിടെ അറിഞ്ഞു. അങ്ങനെ അറിഞ്ഞു എന്ന് പറയേണ്ടത് കാരണം എന്ത്? ഞാൻ സുഖമായി ഉറങ്ങി എന്ന് അനുഭവിച്ചറിയാത്ത ഒരാളിന് ഉണർന്നിട്ട് ഞാൻ സുഖമായി ഉറങ്ങി എന്ന് പറയാൻ പറ്റും. അങ്ങനെ അറിയാതെ അയാൾ ഉണർന്നെടുത്ത് പറയുകയാണെങ്കിൽ അയാളുടെ വചനം സത്യമാണോ അസത്യമാണോ? അതായത് സുഖമായി ഉറങ്ങിയെന്ന് അയാൾ അറിഞ്ഞില്ല. സപ്പോസ് അയാൾ അറിഞ്ഞില്ല എന്ന് വെക്കും. അയാൾ എഴുതി പറയുകയാണെങ്കിൽ സുഖമായി ഉറങ്ങി, അത് കള്ളമല്ല, പച്ചക്കള്ളമാണ്. പക്ഷെ അങ്ങനെ നമ്മൾ എഴുതി പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ആരെങ്കിലും പറയുകയാണ് നിങ്ങൾ സുഖമായിട്ട് ഉറങ്ങില്ല, ഉറങ്ങാൻ സുഖമായിട്ട് ഉറങ്ങാതെ രാവിലെ എഴുതി സുഖമായിട്ട് ഉറങ്ങുന്നത് കള്ളം പറയുന്നത് എന്താണെന്ന് ചോദിച്ചിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും? ഇല്ല. നമ്മൾ ചെയ്യുമോ? ആരോട് ചോദിക്കില്ല. ചോദിച്ചാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ സുഖമായിട്ട് ഉറങ്ങി എന്നുള്ള അനുഭവം നമുക്ക് സത്യമാണ്. അതിന്റെ അർത്ഥം ഈ സുഖമായിട്ട് ഉറങ്ങുക എന്ന അനുഭവം അനുഭവിക്കുന്ന ഒരു സത്വം, ഒരു എക്സിസ്റ്റൻസ് അവിടെ ഉണ്ടായിരുന്നു. ആ എക്സിസ്റ്റൻസ് എന്താണോ അതാണ് നമ്മുടെ സ്വരൂപം. ആ സ്വരൂപത്തെ, ആ എക്സിസ്റ്റൻസിനെ നാം നിരന്തരം ഉൾക്കൊണ്ടിരിക്കും. അതിനെ മാത്രമേ അറിയുള്ളൂ. വേറൊന്നിനെ അറിയാം. സമയം പോലും അറിയില്ലേ? കാരണം സമയം നമ്മുടെ ഘടികാരമൊക്കെ ലോകത്തിന്റെ വെളിയിലല്ല, അതറിയാം. അതുകൊണ്ട് എത്ര സമയം ഉറങ്ങിയെന്ന് അറിയില്ല. പക്ഷെ അവിടെ ഉറങ്ങി, എത്ര സമയം ഉറങ്ങി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റും. കാരണം ഉറങ്ങിയെന്ന് സമയം കണ്ടെത്തുന്നതിന് ഘടികാരം വേണം. ഘടികാരം വേണമെങ്കിൽ മനസ്സിന്റെ പ്രവർത്തനം വേണം, ചലനം വേണം, എല്ലാവർക്കും വേണം. ഇപ്പൊ വിഷനുണ്ട്. വിഷനില് നമ്മുടെ ബ്രെയിനില് അതിന് പിന്നെ അവര് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ അവര് നോക്കിയിട്ട് പറയും എത്ര സമയം ഉറങ്ങിയത്. കാരണം അതിന്റെ ബ്രെയിൻ വേവ്സ് നോക്കുമ്പോൾ 0.5 എന്നുള്ള ബ്രെയിൻ വേവ്സ് വരും. അതായത് സൈക്കിൾ പെർ സെക്കൻഡ് 0.5 സൈക്കിൾ പെർ സെക്കൻഡ് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ മെഷീന്റെ സ്റ്റഡി അനുസരിച്ച് അത് ഗാഠനിദ്രയാണ്. അവിടുന്ന് സൈക്കിൾ പെർ 0.57 എന്നുള്ളത് മാറും സൈക്കിൾ പെർ സെക്കൻഡ്. പിന്നെ അത് 10ലേക്ക് വരും, 12ലേക്ക് വരും. പിന്നെ അത് 12, 13, 14 ആവുമ്പോഴാണ് നമ്മൾ ഉണരാൻ തുടങ്ങും. അങ്ങനെയാണ് അതിന്റെ വിഷയന്റെ കണക്ക്. അത് വിഷയത്തിൽ അത് പറയാൻ പറ്റും. ബ്രെയിനിന്റെ പ്രവർത്തനത്തിലാവുന്നത് അതുമായിട്ട് നമുക്ക് ബന്ധമൊന്നും. ബ്രെയിന് 0.5 സൈക്കിൾ പെർ സെക്കൻഡിലാണോ വർക്ക് ചെയ്യുന്നത് അല്ലയോ നമുക്കറിയാൻ പറ്റും. ഇല്ല, അതുമായിട്ട് നമുക്ക് ബന്ധമില്ല. അതെന്തുകൊണ്ടാണ് പ്രവർത്തനം നടത്തുന്നത്? അത് നടന്നാലില്ലെങ്കിൽ നമുക്ക് അവിടെ ഇത് എത്ര വലിയൊരു അത്ഭുതമാണ്. ഇത് അത്ഭുതമല്ല.
മഹാത്ഭുതങ്ങളാണ്. നമുക്ക് ഒരു ഉപാധിയുമില്ലാതെ ഒരു സഹായവും ഇല്ലാതെ പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ട്. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സുഖത്തെ അനുഭവിക്കാൻ നമുക്ക് പൈസ ചെലവുണ്ടോ? അത് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ഈ രാവിലെ മുഴുവൻ പ്രയത്നിച്ചതിന് പല പറയുകയാണോ കടന്നു ആലോചിക്കുമ്പോൾ ഇത് വാസ്തവത്തിൽ ഫുൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇത് പൈസ ചെലവൊന്നുമില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മള് 10,000 രൂപ കൊടുത്ത് വാങ്ങിക്കൊണ്ട് വന്ന വ്യക്തിയുടെ ഗോളിൽ കിടന്നത് കൊണ്ടാണ് ഇത്രയും നല്ല ഉറക്കം ഉണ്ടായെന്ന് വിചാരിക്കുമ്പോ ഈ ഉറക്കം 1 മണിക്കൂർ കിട്ടിയ ഉറക്കം 10,000 രൂപ ചേർത്ത് നമ്മൾ വിചാരിക്കുമ്പോൾ ഇത് 10,000 രൂപ ചെലവാക്കി ഉറപ്പുണ്ടായി അല്ലെ? അങ്ങനെ ഓരോ സാധനങ്ങളും വിചാരിക്കും. വാസ്തവത്തില് കിടന്ന് ഉറങ്ങുന്ന ആ നിമിഷം മെത്തയോ നിങ്ങളെ എസിയോ ലൈറ്റോ അല്ല എന്താ പറയാ റൂമിനകത്തുള്ള ഫ്രഗ്രൻസോ ഇതൊന്നും ഉറക്കത്തെ ബാധിക്കുന്നത് ഇത് ഉറക്കം ഇല്ലെങ്കിൽ അപ്പുറത്താണ്. അതുകൊണ്ട് ഈ പൈസ മുഴുവൻ വേസ്റ്റ് ആണ്. വേസ്റ്റ് മാത്രമല്ല അത് അനാരോഗ്യം ഉണ്ടാക്കുന്നതിന് കാരണം നമ്മുടെ ഭ്രമമാണ്. ഇത്രയും വിലയുള്ള വ്യക്തിയിൽ കിടന്നാലേ ഉറക്കം വരുള്ളൂ, അപ്പോഴാണ് നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നത്. ഈ തലയുടെ വയ്ക്കുമ്പോഴാണ് ഉറക്കം കിട്ടുന്നത് എന്ന് വിചാരിക്കുമ്പോൾ വെള്ളത്തിലാണ്. ഉറക്കം വരുന്ന സമയത്ത് തലയിൽ കിടന്ന് ഉറങ്ങാം. കാരണം ഉറക്കം വെറുതെ കൊണ്ടല്ലല്ലോ. ഈ സ്പർശനം, അതായത് മൃദുസ്പർശനം എന്ന് പറയുന്നത് ഈ ഉറക്കത്തിലെ കാലത്തിൽ എത്തുന്നതേ ഇല്ല. അതായത് പുറത്താണ്, ശരീരത്തിൽ മാത്രമാണ്. സൂക്ഷ്മ ശരീരത്തിൽ പോലും സ്വപ്നത്തിൽ പോലും മെത്ത അവിടെ ഉപയോഗിക്കുന്നു. സ്വപ്നത്തിൽ യാത്ര ചെയ്യുന്നത് നമ്മുടെ വണ്ടി കൊണ്ടാണ് യാത്ര ചെയ്യുന്നത് അല്ല. അപ്പൊ അവിടെ എന്താ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നില്ല. അപ്പൊ ഇത് നമ്മളൊരു കൽപ്പനയാണ്. അതായത് ശരീരം വളരെ മൃദുവായിട്ട് നമ്മൾ പെട്ടെന്ന് റിലാക്സ് ആവും. ഈ റിലാക്സ് ആക്കാൻ വരെ നമുക്കത് ശ്രമം എന്നതിനും ചെയ്യാം. ഇനി ആ വെള്ളം മാറ്റിയിട്ട് നല്ല ഉറക്കം വരുമ്പോ വെറുതെ പായ പിടിച്ച് നിറയെ കിടന്നു. അപ്പോ ഒന്നുമില്ല, പുറത്തു പോയി കല്ലിന്റെ മുകളിൽ കിടന്നു, വടിന്റെ മുകളിൽ കിടന്നു. ഉറക്കം വരണം. ഉറക്കത്തിന് നമ്മുടെ ശരീരം തയ്യാറാണ്. മനസ്സിലായി? ഈ തയ്യാറെടുപ്പിന്റെ ഒരു കണ്ടീഷനിങ് മാത്രമാണ് നമ്മൾ ഈ ചെയ്യുന്ന ചില വലിയ വലിയ സ്വാമിമാരും സന്യാസത്തിന്റെ നിയമങ്ങളൊക്കെ ഉണ്ട്. അവരുടെയൊക്കെ നിയമം എന്ന് പറഞ്ഞാൽ പായ വിരിച്ച് നടക്കിടക്കണം. വലിയ വലിയ സ്വാമിമാരിപ്പോ നമ്മുടെ സന്നിധാനം സ്വാമി, മഹാസന്നിധാനം സ്വാമിജി ഇവരൊക്കെ പായ വിരിച്ച് നടക്കാനാണ്. എല്ലാവരുടെ നിയമമാണ് സന്യാസിമാർ തന്നെയാണ്. മറ്റേത് കിടക്കാൻ പാടില്ല. ഇത് അവരുടെ ഓർക്കുന്നു, കൃത്യമായിട്ട് ഓർക്കും, കൃത്യമായിട്ട് ഓർക്കും. അപ്പൊ അത് ഇവിടെ ബാധകമല്ല. പക്ഷേ ഉപയോഗിക്കുന്ന ചോദിച്ചു ഡോക്ടർമാര് കമ്പനികളുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ഡോക്ടർമാർക്ക് ഓരോ സമയത്ത് കമ്പനികളിൽ കൊണ്ടുവന്ന് അവര് കൊടുക്കില്ല. എന്തായാലും പറയാം അങ്ങനെയൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യണം. അവർ പറയും ഇപ്പൊ ഇതുവരെ ഉപയോഗിക്കുന്ന മറ്റേ നിങ്ങൾക്ക് കുറഞ്ഞ ചില വ്യത്യാസങ്ങൾക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് മാനസിക രോഗങ്ങൾ ഈ രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനിമേൽ ഈ മറ്റേ കൊടുക്കാം. കാരണം അവർക്ക് ആ മറ്റേ നേരത്തെ തന്നെ കമ്പനിക്കാർ ഫ്രീ ആയിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ മറ്റേ കിടക്കാൻ സബ്സ്ക്രൈബ് ചെയ്യും അവർ ചെയ്യും. ഇത് വെറുതെ പറയാ. ഡോക്ടർമാർക്ക് ചോദിച്ചു, അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ ചോദിച്ചാൽ അവര് തന്നെ പറഞ്ഞു ഇതെങ്ങനെയാണ് വാസ്തവത്തിൽ മറ്റൊരു എന്താ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും പറയാനുള്ള കുറെ ദൂരമായിട്ടുള്ള ദോഷങ്ങൾ അങ്ങനെയുള്ള മറ്റേ കണ്ടുപിടിക്കും. BP പ്രോബ്ലം ഉണ്ടാവും, മാനസിക പ്രോബ്ലം ഉണ്ടാവും, ആൻസൈറ്റി ഉണ്ടാവും. ഇങ്ങനെ കുറെ ദോഷങ്ങള് ഉള്ളതായിട്ട് അത് വേറെ സ്റ്റഡികൾ വന്നിട്ടുണ്ട്. ഈ തലയുടെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് പറയാം. ഇപ്പൊ ചൈന വേൾഡ് ഫോമാണ് ഉപയോഗിക്കുന്നത്. ഈ സാധനം വെച്ച് കിടന്നാൽ നമ്മുടെ തല ചൂടാകും. തല ചൂടാകുന്നത് കണ്ണിനും ബ്രെയിനിനും ഇതൊക്കെ ദോഷമുണ്ട്. നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ചില ചൂടുകൾ പുറത്തേക്ക് വരും. അത് നമ്മുടെ ഈ കിടന്നുറങ്ങുന്ന സമയത്തുള്ള സെൽ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് ശരീരത്തിൽ ചൂട് പുറത്തേക്ക് വരും. ഈ പുറത്തേക്ക് പോകുന്ന ചൂട് തിരിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് വരാൻ പാടില്ല. പക്ഷെ ഈ ഉപയോഗിക്കുന്ന മെത്തയിൽ നിന്നും തിരിച്ചു വരും. തിരിച്ചു വരുന്നത് കൊണ്ട് ബ്രെയിനിലെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീസ് കൂടുമ്പോൾ ഉറക്കം നമ്മൾ ഡിസ്റ്റർബ് ആകുമെന്നുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം ഡീപ് സ്ലീപ്പ് പൂർണ്ണമായിട്ട് കിട്ടില്ല, പൂർണ്ണമായിട്ടുള്ള റിലാക്സേഷൻ കിട്ടില്ല, പൂർണ്ണമായിട്ട് ബ്ലഡ് കൂളാവണം. അതായത് കിടന്നു ഉറങ്ങുന്ന സമയത്ത് ബ്ലഡ് കൂളാവണം ഇൻ ദ സെൻസ് ബ്ലഡിന്റെ ആ കൗൺസ്, അതിലുള്ള കൗൺസ് ബാക്കി കാര്യങ്ങളൊക്കെ അതിന്റെ തലത്തിലേക്ക് തിരിച്ചു വരുന്നതാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. ഇങ്ങനെ സയന്റിഫിക് ഒരുപാട് കേസുകളുണ്ട്. ഈ സാധാരണ ഉപയോഗിക്കുന്നത് തലത്തിൽ മാറി കിടക്കുന്നതിനുള്ള വ്യത്യാസം. അപ്പോ സാധാരണ കിടക്കയിൽ കിടക്കുന്നതല്ല. പക്ഷെ പലർക്കും അത് കിടക്കാൻ പറ്റാത്തതിന്
ശാരീരികമായ സ്വന്തങ്ങൾ ചില പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചിലവർക്ക് നടുവേദന ഉണ്ടാവും, ചിലർക്ക് ഇങ്ങനെ ഉണ്ടാവും. പക്ഷെ അത് കുറച്ച് അഭ്യാസമായി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അങ്ങനെ ഒന്നുമല്ലാത്ത ഹാർഡായിട്ടുള്ള കിടക്കയിൽ കിടക്കുന്നു. അതിലെന്തെങ്കിലും വിരിപ്പുകൾ വിരിക്കാം, അല്ലെങ്കിൽ പഞ്ഞി കൊണ്ടുണ്ടാക്കിയ ചെറുതായിട്ടുള്ള ഒരു സാധനം ഉപയോഗിക്കും. അതായത് അത് ചൂട് കളഞ്ഞു വെക്കാത്ത ഒരു സാധനങ്ങളുണ്ട്, അതെന്തെങ്കിലും ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ചാൽ അതാണ് ശരിക്കും ഹെൽത്ത്. എന്തായി പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ ബാഹ്യമായിട്ടുള്ള ഒന്നും തന്നെ ഡയറക്റ്റ്ലി നമ്മുടെ ഡീപ് സ്ലീപ്പിനെ ബാധിക്കുന്നില്ല. ഡീപ് സ്ലീപ്പ് വരുമ്പോ അതില് ഇതൊന്നും ബാധിക്കണം. എന്ത് നിങ്ങൾ ചെയ്തു വന്നോ എന്ത് ചെയ്തില്ല എന്നൊന്നും പറയാം. ഈ ഡീപ് സ്ലീപ്പ് ശാസ്ത്രം പറയുന്നതനുസരിച്ച് അവിടെ ക്വാളിഫൈഡ് അല്ല. അതിന് നമുക്കൊരു എത്ര ഡിഗ്രി, എത്ര ഗുണം, എത്ര ദോഷം എന്നൊന്നും പറയാൻ പറ്റില്ല. ക്വാളിഫൈഡ് ആയിട്ട് പറയാൻ പറ്റില്ല. അതായത് വർഗീകരിച്ച് ഭേദം പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. അവിടെ ആര് കിടക്കുന്നോ എല്ലാവരും ഒരേപോലെയാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അതിലേക്ക് നിങ്ങൾ വരും. ശാസ്ത്രം പറയുന്നത് എന്താണ്? പിതാ പിതാ ഭവതി, മാതാ മാതാ ഭവതി, ഭ്രാത അഭ്രാത ഭവതി, ചോരോ ചോരോ ഭവതി, ഭ്രൂണഃ അഭ്രൂണഃ ഭവതി, ബ്രാഹ്മണഃ ബ്രാഹ്മണഃ ഭവതി. അതായത് ഒരു കള്ളനാണ് കിടന്നു, മഹാകള്ളനാണ്, പോലീസിനെ ഭയന്നിരിക്കുന്നതാണ്. അയാൾ കിടന്നുറങ്ങിയാണ്, ഉറങ്ങിക്കഴിഞ്ഞാൽ ഇയാൾ കള്ളനല്ല. ഇതെങ്ങനെ ചെയ്യാം? കാരണം എന്താ വെച്ചാൽ ഈ കള്ളനായിരിക്കുന്നത് അയാളുടെ മനസ്സും ശരീരവും വർക്ക് ചെയ്യുമ്പോൾ ശരീരം കൊണ്ട് മനസ്സുകൊണ്ടാണല്ലോ. അയാൾ ചിന്തിച്ചു, ആലോചിച്ചു, പ്ലാൻ ചെയ്ത് പ്രവർത്തിച്ചു. പക്ഷെ കിടന്നുറങ്ങി കഴിയുമ്പോ അയാൾ കള്ളനാണെന്ന് പറയാൻ നമ്മുടെ ശാസ്ത്രത്തിൽ മുമ്പ് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കിടന്നുറങ്ങുന്ന ഒരാളെ ദുഷ്ടനായിട്ട് വിചാരിക്കരുത്. അയാൾ ദുഷ്ടനുമല്ല, ശിഷ്ടനുമല്ല, ഒന്നുമല്ല. അങ്ങനെയാണ് ആ മന്ത്രം പറയുന്നത്. പിതാ അപിതാവ്, അയാൾ പിതാവാണ് കിടന്നുറങ്ങുന്നത്, അപ്പൊ അയാൾ പിതാവ്. മാതാ അമാതാ പോകും, മാതാവ് മാതാവാണെന്നും ബന്ധവും വീക്ഷിപ്പിക്കുന്നത് അത് പറഞ്ഞത്. ഗൂഢഹ, മഹാഭാവം ചെയ്ത ആളാണ്, ഗൂഢഹത്യ ചെയ്ത ആൾ. ഗൂഢഹത്യ ചെയ്ത ആളും ആ സമയത്ത് പാവമില്ലാത്തതാണ്. അതുകൊണ്ടാണ് കിടന്നു ഉറങ്ങുന്നവരെ കൊല്ലാൻ പാടില്ല, അവരെ ദ്രോഹിക്കാൻ പാടില്ല, അവരെ ഉണർത്താൻ പാടില്ല എന്ന്. അത് പാവമാണ്. കാരണം അങ്ങനെ ചെയ്യുമ്പോ എവിടെയാണോ നമ്മൾ ശിക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അശുദ്ധാത്മാവ് കിടന്നുറങ്ങിയ പാണ്ഡവ പുത്രന്മാരെ കൊന്നപ്പോ അയാൾക്ക് അത്രയും വലിയ പാപം, ഹത്യാപാപം, വലിയ പാപം അയാൾക്ക് ഉണ്ടാവാൻ കാരണം കിടന്നുറങ്ങിയവരെ കൊല്ലുന്നുണ്ട്. ഇത് മഹാപാപം. അത് ചെയ്യാൻ പറ്റും. അതിന് കാരണം ഈ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരവും മനസ്സും ഒന്ന് ഭിന്നമാണ്. അവിടെ പുണ്യപാപങ്ങളില്ല, ശരിയും തെറ്റുമില്ല, ജ്ഞാനവും അജ്ഞാനവും ഇല്ല, ജാതിയും മതവും ഇല്ല, വർഗങ്ങളില്ല, ഒരുവിധ ഭേദമേ ഇല്ല. അദ്വൈത ഏക സലിലോ ഭവതി. അദ്വൈത ജ്ഞാനത്തിന്റെ ആത്മസ്വരൂപം എന്താണ്? ചാന്തോക്യ ഉപനിഷത്ത് പറയുന്നത് ഈ കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, അത് എല്ലാ ജീവികൾക്കും സമാനമാണ്. ഒരു മഹാരാജാവ് കിടന്നുറങ്ങിയാണ്, അയാൾ കിട്ടുന്ന സുഖം. ഒരു മഹാബ്രാഹ്മണൻ, വേദവിദ്വായിട്ടുള്ള ഒരു മഹാബ്രാഹ്മണൻ കിടന്നുറങ്ങിയാൽ അയാൾക്ക് കിട്ടുന്ന സുഖവും, ഈ സാമാന്യമായിട്ട് ഒരാൾ കിടന്നാൽ അയാൾക്ക് കിട്ടുന്ന സുഖവും, ഒരു ചണ്ടാളനായിട്ടുള്ള ചണ്ടാളത്തിൽ ചെയ്യുന്ന ഒരാൾ കിടന്നാൽ അയാൾക്ക് കിട്ടുന്ന സുഖവും, ഏത് തലത്തിലുള്ള ആൾ കിടന്നാൽ അയാൾക്ക് കിട്ടുന്ന സുഖവും, സിംഹത്തിന് കിട്ടുന്ന സുഖവും, ഈച്ചയ്ക്ക് കിട്ടുന്ന സുഖവും, എറുമ്പിന് കിട്ടുന്ന സുഖവും, എല്ലാ സുഖവും ഒരുപോലെയാണ്. കാരണം എന്താണ്? കിടന്നുറങ്ങി കഴിഞ്ഞാൽ ഈ ജീവികൾക്കൊന്നും അവരുടെ ശരീരമായിട്ട് ബന്ധമില്ല. അതാണ് ശരിയായിട്ടുള്ള അദ്വൈത ജ്ഞാനം. അതിനെയാണ് നമ്മൾ അദ്വൈതം എന്ന് പറയുന്നത്. എവിടെയാണോ ഡിഫറൻസിയേഷന്റെ ഒരുവിധ ആപ്ലിക്കേഷൻസും പ്രവർത്തിക്കാത്തത്, ഒരുവിധമായിട്ടുള്ള വിശേഷണങ്ങളും പ്രവർത്തിക്കും. ചാന്തോക്യോപനിഷത്ത് പറയുന്നത് സിംഹോവാ വരാഗോവാ കീടോവാ പതംഗോവാ വശഗോവാ ദംശോവാ യദ്യത് ഭവന്തി തഥാ ഭവന്തി. കിടന്നുറങ്ങുമ്പോ സിംഹമായാലും വരാഗമായാലും
പന്നിയായാൽ, കീടമായാലും, പതംഗമായാലും, ദംശമായാലും, ഇപ്പോ സർപ്പം പോലുള്ള ദംശങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ നമ്മളെ കടിക്കുന്ന ദംശങ്ങള്, മശകമായാലും, എന്താ പറയാ, കൊതുകായാലും, ആരായാലും കിടന്നുറങ്ങിയാൽ ഈ കാണുന്നതിൽ സമാനമായിട്ടുള്ള സുഖമാണ് അനുഭവിക്കുന്നത്. ഇത് എത്രയോ കാലം മുമ്പ് ഋഷീശ്വരന്മാരെ തപസ് ചെയ്തിട്ട് അവരുടെ ബുദ്ധി കൊണ്ട് സ്വന്തം അനുഭവത്തിൽ നിന്നുകൊണ്ട് മറ്റെല്ലാത്തിന്റെയും അനുഭവം മനസ്സിലാക്കി അതിലെല്ലാം ഒരു ജ്ഞാനമാണ്, ഒരു അനുഭവം മനസ്സിലാക്കി. ഇതിപ്പോ സയന്റിഫിക്കലി റിസർച്ച് ചെയ്തതല്ല, ഇങ്ങനെയാണ് കൽപ്പിച്ചത്. അവിടെ ഒരു ഭേദവും പറയാനില്ല. അപ്പൊ ഈ അനുഭവത്തിൽ എന്തൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? ഒന്ന്, ശരീരവും മനസ്സും മറ്റുമില്ലാത്ത അവസ്ഥയിലും നമ്മുടെ അസ്തിത്വമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. രണ്ട്, ഈ അനുഭവത്തിലെ ഗാഠനിദ്രയിലെ അനുഭവത്തിൽ ഒരു വിധമായിട്ടുള്ള ബാഹ്യ ആനുകൂല്യ പ്രാതികൂല്യങ്ങൾ ഇല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. കിടക്കേണ്ടത് ഉദാഹരണം. പിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാ മനുഷ്യരിലും എന്നല്ല, എല്ലാ ജീവികളിലും, ചരാചരങ്ങളിലും ഉറങ്ങുന്നത് ആരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ ഈ ഉറക്കത്തിലെ അനുഭവം സമാനമാണ്. നമ്മൾ ഞാൻ ഉറങ്ങിയെന്ന് പറയുന്നത് പോലെ തന്നെ ഓരോ ജീവികളും തൊഴിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനൊരു ചോദിച്ചിട്ട് അടുത്ത ഒരു കാര്യങ്ങളിലും വിശേഷ കാര്യങ്ങളിലും പറയാൻ അതിന് മുമ്പ് നിങ്ങളോട് ചോദിക്കുക. ഇതിൽ എന്തെങ്കിലും സംശയം നോക്കണം. അതായത് ഇതിലൊരു സയന്റിഫിക്കലി റോങ് ആണ്, ഇത് നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമാണ്, ഇതിലേക്ക് ഈ പറഞ്ഞതൊക്കെ എന്തോ പോലെ തോന്നും, ഇത് വാസ്തവത്തിൽ ഉണ്ടാകാത്തതാണ്, ഇതിലെന്തെങ്കിലും കൽപ്പന, ഇമാജിനേഷൻ ഉണ്ടെന്നോ എന്തെങ്കിലും നമുക്ക് പറയാം? ഇത് പറയണം. കാരണം എന്താണ്? ഈ പറഞ്ഞതൊക്കെ നമ്മൾ ദിവസവും അനുഭവിക്കും. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചില്ല എന്നൊരു പ്രശ്നമുണ്ട്. അതായത് ഈ രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ല. കടന്നുറങ്ങാൻ വേണ്ടി നമ്മൾ ചിലതൊക്കെ കാട്ടി കടന്നുറങ്ങുന്നു, എന്നിട്ട് കഴിച്ചു വന്ന് വിവരിക്കുന്നു, അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ ഒരു വലിയ തത്വജ്ഞാനം സാധാരണ നമ്മൾ എന്തും ചെയ്യുന്നേ ഓർമ്മ. ഈ ഓരോ ഉറക്കവും ഓരോ സൃഷ്ടിയായിട്ടാണ് നമ്മുടെ ശാസ്ത്രം. ഒരു ദിവസത്തെ സൃഷ്ടി കഴിഞ്ഞ് നമ്മൾ സംഹാരത്തിലേക്ക് പോകും. നമ്മൾ സംഹാരത്തിലേക്ക് പോകുമ്പോൾ ആ സൃഷ്ടിയുടെ ആദ്യം എന്തായിരുന്നു അവിടേക്കാണ് പോകുന്നത്. മൂലകാരണത്തിൽ സദാഹി സൗമ്യ സമ്പന്നോ ഭവതി അപീതോ ഭവതി സ്വഭിരീത്യാചക്ഷതേ. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ ആ മൂലകാരണം സദൈവ സൗമ്യതോടെ ആ സൃഷ്ടിയെ പറഞ്ഞു. അതാണ് സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന കാരണം എന്ന് പറഞ്ഞു. അപ്പൊ സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന പരമകാരണമായിരിക്കുന്ന സത്യം, അതിലേക്കാണ് ദിവസവും നമ്മൾ പോകുന്നത്. ഇതിനർത്ഥം ഇതിനെ ദൈനംദിന സൃഷ്ടി, ദൈനംദിന പ്രളയം. ടെക്നിക്കലി നമ്മുടെ മരണ വ്യാഖ്യാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ദിവസവും മരിക്കുന്നു, ഈ രീതിയിൽ മരിക്കുന്നു. കുറച്ച് സമയത്തേക്കാണ്. ചില ആൾക്കാർ പറയും മരിക്കുമെങ്കിൽ തിരിച്ചു വരുമെന്നുള്ള ഗ്യാരണ്ടിയോട് കൂടിയാണ്. അങ്ങനെ ആർക്കാ ഗ്യാരണ്ടി കൊടുക്കും? അങ്ങനെയൊന്നുമില്ല. ഉറക്കം വന്നാൽ ഉറങ്ങി പോകുന്നു. ഉറങ്ങിപ്പോയാൽ പിന്നെ അയാൾ വെള്ളം വന്ന് മുഴുവൻ ഉറച്ചിട്ട് പോയാലും നമ്മൾ അറിയുന്നില്ല. എന്തെല്ലാമോ നമ്മൾ അറിയുന്നുണ്ടോ? ഈ ആർക്കാ നമ്മൾ ഗ്യാരണ്ടി കൊടുത്തിരിക്കുന്നത്? കാത്തിരിക്കുന്നത്. അയാൾ കിടന്നുറങ്ങുന്ന ആള് തിരിച്ചു വരണം എന്ന് കാത്തിരിക്കുന്നവർക്ക് ഗ്യാരണ്ടി എന്താണോ ഇല്ല. അങ്ങനെ ഒന്നുമില്ല. ഇത് അങ്ങനെ ഇല്ലാത്തതിന് കാരണം ഇത് നമ്മളാൽ സൃഷ്ടമല്ല, മനുഷ്യനാൽ സൃഷ്ടമല്ല. മനുഷ്യനാൽ സൃഷ്ടിച്ചതാണോ? അല്ല, മനുഷ്യനാൽ സൃഷ്ടിച്ചതായിരുന്നു. ഒരു പക്ഷേ
എപ്പോഴും നമ്മൾ ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നു. കാരണം എന്താണ്? ഒരു പ്രശ്നവുമില്ല, ഓഫീസിൽ പോണ്ട, സ്കൂളിൽ പോണ്ട, ഒരു ഉത്തരവില്ല, പിന്നെ എന്തെല്ലാ പ്രശ്നങ്ങൾക്കൊക്കെ നിയമപരിഹാരം കൊണ്ടേയിരിക്കും. പക്ഷെ അങ്ങനെ സംഭവിക്കുന്നില്ല. പുറത്ത് ഉറങ്ങി കഴിയുമ്പോ ഭഗവാൻ അവിടെ ലോക്ക് വെച്ചിട്ടുണ്ട്, പൈപ്പ് വെച്ചു. ഇയാൾ ഇത്ര ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത്ര ഉറങ്ങി കഴിയുമ്പോ ബെല്ലടിക്കും. നമ്മൾ അലാറം വെച്ചാലും ബെല്ലടിക്കും. ഇത് ഉണർന്ന് കഴിഞ്ഞ് നമ്മുടെ ആലസ്യമായിട്ട് അങ്ങോട്ട് തിരിച്ചു കിടന്ന് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അകത്തെ തന്നെ. പക്ഷെ അച്ഛൻ ഉറക്കം അത്രേ കിട്ടുള്ളൂ. പിന്നെ ഇനി തലമുക്കി നിന്നാലും രണ്ടാമത്തെ ഉറക്കത്തിലേക്ക് കൊണ്ടുപോകില്ല. കാരണം അത് ഭഗവാൻ തരുന്ന പ്രസാദമാണ്, അത് ലിമിറ്റഡാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കിട്ടില്ല, അത് ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ചില്ല. അതുകൊണ്ടാണ് അതിന് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ബാധകമല്ലാതിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടത്തിൽ നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കണമെങ്കിൽ ഇതൊക്കെ നമുക്ക് ബാധകമാണ്. അപ്പൊ ഈ പറഞ്ഞ സംഗതി ഇതാണ് വേദാന്തത്തിന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ടീച്ചിങ് എന്ന്. അതായത് നിങ്ങളുടെ സ്വരൂപം, നമ്മുടെ സ്വരൂപം ഈ ഒരു തത്വത്തിൽ, ഈ ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്ന് നമുക്ക് നിത്യവും അനുഭവമുണ്ട്. അതുകൊണ്ടാണ് ആത്മാവ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് എന്ന് ഞാൻ പറയുന്നത്. കാരണം സ്വപിതി എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെ നമ്മൾ പോവുകയാണ്. നമ്മൾ ഈ സൃഷ്ടിയുടെ ആദിയിലേക്ക് പോവുകയാണ്. വീണ്ടും നമുക്ക് സൃഷ്ടി ഉണ്ടാവും. ആ സമയമാകുമ്പോൾ സൃഷ്ടി അതുപോലെ വരും. പിന്നെ നമ്മൾ സ്വപ്നത്തിലേക്ക് വരും, സ്വപ്നം കാണും. അല്ലെങ്കിൽ പിന്നെ ഉണർന്നു കഴിയുമ്പോൾ നമ്മൾ രാവിലെ എഴുതി നോക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചു വരും. ആ ഓർമ്മകളൊക്കെ അതുപോലെ വരും. അപ്പൊ നമ്മൾ ഓർമ്മയോ പ്രശ്നങ്ങളൊക്കെ ഒന്നും ഇല്ലാണ്ടായിരുന്നു കിട്ടുന്നുണ്ട്. അങ്ങനെ ഇല്ലാണ്ടാവാതെ വരുന്നതുകൊണ്ടാണ് ആൾക്കാർ പോയിട്ട് മദ്യം സേവിക്കുന്നത്, ലഹരി സേവിക്കുന്നതും ഒക്കെ ഇത് മറന്നു കളയാനാണ്. പ്രശ്നം മറന്നു കളയുമ്പോൾ നല്ലതായിരുന്നു. അല്ലെങ്കിൽ നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി ഗുളിക കഴിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം സ്പഷ്ടമാണ്. എന്താണ്? ബാഹ്യമായിട്ടുള്ള അസ്തിത്വമല്ലാതെ അല്ലാത്തൊരു അസ്തിത്വം നമുക്കുണ്ട്. ആ അസ്തിത്വം അൺലിമിറ്റഡ് ആണ്, വ്യാപകമാണ്. ഇനി ഇതിൽ ഒരു കാര്യം കൂടെ ആസ്തി പറഞ്ഞിട്ട് ഈ ഒരു ചർച്ചയുടെ മുഖ്യമായിട്ടുള്ള അംശം അതാണ് ഈ സത്ത എന്ന് പറയുന്നത്. അതായത് നമ്മുടെ എക്സിസ്റ്റൻസ്, നമ്മൾ ഉണ്ട് എന്നുള്ള നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തു. നമ്മുടെ ഇല്ലായ്മയെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഞാനില്ല എന്ന് അനുഭവിച്ചിട്ടില്ല. ആരും അനുഭവിച്ചില്ല. ഞാനില്ല, ഞാനില്ലാതായി എന്ന് ആരെങ്കിലും അനുഭവിച്ചിട്ടില്ല. അനുഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇല്ലാതായി അനുഭവിച്ചത് ആരാന്ന് നോക്കുന്നു. ഞാനില്ലാതെ ഞാനെങ്ങനെ എന്റെ ഇല്ലായ്മ അനുഭവിക്കും? അല്ലെ? ഇവിടെ ഇല്ലാത്ത ഒരാളെങ്കിലും ഇവിടുത്തെ ഇല്ലായ്മ അനുഭവിക്കാൻ ഇല്ല. അപ്പൊ നമ്മുടെ ഇല്ലായ്മ എന്ന് ഒരിക്കലും അനുഭവിക്കും, ഉറപ്പല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജന്മത്തെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ജന്മം ജനിച്ചു എന്ന് നമ്മൾ അനുഭവിച്ചു. ഓർമ്മയില്ല. അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ടാവും. കാരണം ജന്മത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ അതൊക്കെ ഓർമ്മ ഉണ്ടാവാൻ ഉള്ള സാധ്യതയില്ല. അപ്പൊ ഈ ജന്മം എന്നുണ്ടെങ്കിൽ ജന്മത്തിൽ അനുഭവിച്ചതാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചു എന്നാണ് നമ്മൾ പറയാം. അപ്പൊ അങ്ങനെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നമ്മൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ചതിന്റെ ഓർമ്മ ഉണ്ടാവണം എന്നായിരുന്നു. ആ വേദനയൊന്നും ഓർമ്മ ഉണ്ടാവണം. അപ്പൊ വേദനയൊന്നും ഓർമ്മയില്ല എന്ന് വെച്ചു. അങ്ങനെ ഓർമ്മയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം തെറ്റായി. നേരത്തെ ചോദിച്ചെന്താണ്? ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഉത്തരം പറയുന്നതൊക്കെ വളരെ എന്താ പറയാ, ആ പോയിന്റ് അപ് ടു ദ പോയിന്റ് നിൽക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമുക്ക് അതിന്റെ അർത്ഥം അറിയാൻ പറ്റും. അപ്പൊ ആദ്യം ചോദിച്ച ചോദ്യം എന്താണ്? നിങ്ങൾ ഇല്ലാതായി എന്നുള്ളത് ഞാനില്ല എന്നുള്ള അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലാത്തുണ്ട് അല്ലേ? അങ്ങനെ ഇല്ലാന്ന് പറഞ്ഞു എങ്കിൽ അത് ശരിയാണെങ്കിൽ, അത് കള്ളമല്ല പറഞ്ഞതെങ്കിൽ ഇവിടെ ജനിച്ചിട്ട് എങ്ങനെയാ പറയാം? കാരണം ജന്മം എന്ന് പറയുന്നത് ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. അപ്പൊ ഇല്ലാത്തൊരവസ്ഥയുടെ നമ്മുടെ അനുഭവമേ ഇല്ല, അതാണ് സത്യം.
അപ്പൊ ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു പ്രവൃത്തി. അതുകൊണ്ട് ആക്ച്വലി നമ്മുടെ സ്വരൂപത്തിൽ നോക്കിയാൽ ഈ നമ്മുടെ ഇല്ലായ്മയെ അനുഭവിക്കാതിരിക്കുന്ന ഒരു സ്വരൂപമുണ്ട്. എല്ലാം പറഞ്ഞാലും സുഖിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ സ്വരൂപമുണ്ട്. അതിനെ നമ്മൾ പ്രമാണമായിട്ട്, അത് അച്ഛനാണ്, അതിന് യാതൊരു ഡൗട്ടും ഇല്ല. അത് ആക്ച്വലി എക്സ്പീരിയൻസ് ആണ്, അത് സത്യം തന്നെയാണ്, അതില്ലാന്ന് പറയാൻ ആർക്കും. അങ്ങനെയുള്ള സ്ഥിതി നമ്മുടെ ഇല്ലായ്മയെ, ആബ്സെൻസിനെ ഒരിക്കലും നമ്മള് അറിയുന്നില്ല. നമ്മുടെ ആബ്സെൻസ്. അതുകൊണ്ട് ഇല്ലായ്മ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ ജന്മവും ജന്മം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്തതൊന്നും ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് ജന്മം എന്ന് പറയുന്നത് ചോദിച്ചാൽ ഈ ശരീരത്തിന്റെ ജന്മത്തെയാണ്. ഈ ശരീരം, സ്ഥൂല ശരീരത്തെ ഉണ്ടാക്കിയത് അച്ഛനും അമ്മയുടെയും ബീജങ്ങൾ ചേർന്ന് ഗർഭമാകുന്ന പ്രോസസ്സ് കൊണ്ടാണ് ഈ ശരീരം ഉണ്ടാകുന്നത്. ഈ ശരീരത്തിന്റെ ജന്മമാണ്. ഈ ശരീരം ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നില്ല, ഈ ഐഡി കാർഡും പാസ്പോർട്ടും ഉണ്ടായിരുന്നില്ല. ഒരാൾ ധരിച്ചു, അയാൾ ഭക്ഷണം കഴിച്ച് വലുതായി ശരീരം. ശരീരത്തിന്റെ ജന്മമുണ്ട്, ശരീരത്തിന്റെ വളർച്ചയുണ്ട്, നേരത്തെ നമുക്ക് ഓരോ കാലങ്ങളും അവസ്ഥകളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളത് തന്നെയാണ്. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ ആ മാമ്പഴത്തിന്റെ കഥ പറഞ്ഞതുപോലെ മാമ്പഴം വലുതായി പോകുന്നത് പോലെ ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ ഓരോരോ അവയവങ്ങളായിട്ട് ശിഥിലമായി ഓരോ ഇതിനനുസരിച്ച് പോയി പിന്നെ അത് ഇല്ലാതായി. അതിന് അവസാനം മണി കൊണ്ട് അങ്ങനെ ആയി. അങ്ങനെ ആയിക്കഴിയുമ്പോഴും നാം ഇല്ല എന്ന് ഒരിക്കലും ഭൂമിക്കാൻ, സൂക്ഷ്മ ശരീരവും ഇല്ലാതെ ഭൂമിക്കാൻ. അപ്പൊ ഇതൊരു കാര്യമാണ്. സ്വരൂപത്തിൽ ആത്മാവിന് ജന്മമോ മരണമോ ഇല്ല എന്ന് പറയുന്നത് കാരണം ആത്മാവിന്റെ സ്വരൂപത്തിന് ശരീരത്തെയോ ഇതിനെ ഒന്നും ആത്മാവായിട്ട് കൽപ്പിച്ചിട്ട് ജന്മമരണമില്ലാന്ന് പറഞ്ഞു. ജന്മമരണമില്ലാത്ത ആത്മാവിന്റെ സ്വരൂപം ഇതാണ്. അത് നമുക്ക് നമ്മുടെ തന്നെ യുക്തി കൊണ്ട്, നമ്മുടെ തന്നെ അനുഭവത്തിലുള്ള യുക്തി കൊണ്ട്, ഒരു ശാസ്ത്രത്തിന്റെ സയൻസിന്റെയും പ്രൂഫ് ഒന്നും ഇല്ലാതെ നമുക്ക് തന്നെ അറിയാം നമ്മുടെ ആബ്സെൻസ് നമ്മൾ ഒരിക്കലും നമ്മൾ അനുഭവിക്കും. ആബ്സെൻസ് ഉണ്ടാകണമെന്നും നമ്മൾ ആശിക്കും. ഞാൻ ഇല്ലാതാകട്ടെ എന്നാലും ഞാൻ എപ്പോഴും ഉണ്ടാകട്ടെ. അതുകൊണ്ടാണ് ദീർഘായുസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ മരുന്നുകളൊക്കെ ചെയ്യുന്നത്, കായകൽപ്പം ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എപ്പോഴെവിടെയെങ്കിലും ദീർഘായുസ് എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ച് ഫോണിൽ കണ്ടാൽ ഉടനെ തന്നെ നമ്മൾ അത് പോയി വാങ്ങിക്കൊണ്ട് കഴിക്കും. ദീർഘായുസ് ആയിക്കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ ദീർഘായുസ് ഉണ്ടാകാൻ നമ്മൾ അതിയായ ആഗ്രഹിക്കുന്നു. അത് ആന്തരികമായ. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഈ സുഷുപ്തി അവസ്ഥയിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖം അനുഭവിക്കുന്നു. ആ സുഖം എത്രയാണ് നമുക്ക് പറയാൻ പറ്റും? എത്ര സുഖമാണ് അവിടെ അനുഭവിച്ചത്? എമൗണ്ട് ഓഫ് ഹാപ്പിനെസ്, അതായത് എമൗണ്ട് ഓഫ് ഹാപ്പിനെസ്സിനെ അളക്കാനുള്ള എന്തെങ്കിലും മാനദണ്ഡം ഉണ്ടോ? ഉണ്ട് എന്നാണ് ഇപ്പൊ എല്ലാരും പറയുന്നത്. കാരണം ഇപ്പൊ ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ച് എത്ര ഹാപ്പിനെസ് ആൾക്കാർക്ക് കൂടുതലെടുത്ത് അങ്ങനെയാണ് പറയുന്നത്. ആക്ച്വലി ഹാപ്പിനെസ്സിനെ അളക്കാൻ പറ്റും. ഹാപ്പിനെസ്സിനെ അളക്കണം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു നല്ല പായസം കുടിച്ചാൽ നമുക്ക് ഹാപ്പിനെസ് ഉണ്ട്, അത് സുഖമാണ്, നന്നായിട്ട്. അത് എന്താണ്? ഒരു ഗ്ലാസ് എന്താ പറയാ പായസത്തിന്റെ മാധുര്യം എന്നുള്ള രീതിയിൽ ഒരു ഗ്ലാസ് പായസം കുടിച്ചാൽ ഇത്രയും സുഖം. ഇപ്പൊ സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ അവർ പറയാം ഒരു സിഗരറ്റ് വലിച്ചാൽ ഇത്രയും നേരം സുഖം ഉണ്ടാവും. മദ്യം കഴിക്കുന്നവരാണെങ്കിൽ പറയും ഇത്രയും മദ്യം കഴിച്ചാൽ, ഒരു പെഗ് കഴിച്ചാൽ ഇത്രയും സമയം സുഖം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും പെഗ് കഴിക്കും. അങ്ങനെ ഓർമ്മക്കാണെങ്കിൽ 2-3 പെഗ് ഒരുമിച്ച് കഴിക്കും. പക്ഷെ ഒരുമിച്ച് കഴിച്ചാൽ വേസ്റ്റ് ആണ്. കാരണം ഇത് കുറച്ച് പോയിട്ട് സമയം കുറച്ചേ കിട്ടുള്ളൂ. അപ്പൊ അത് വീണ്ടും കഴിച്ചുകൊണ്ടിരുന്നാൽ നല്ലതാണ്. ദിവസവും ഈ പാറ്റൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് നല്ലതാണ്. കാരണം അപ്പൊ അതിന് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാക്കി. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മള് ഹാപ്പിനെസ്സിനെ അളക്കുന്നത്. ഇതിന് ഇത്ര ഉണ്ടായി, ഇതിന് ഇത്ര ഉണ്ടായി, ഇതിന് ഇത്ര. അപ്പൊ കുറച്ച് ധനം കിട്ടിയപ്പോൾ ഇത്രയും സുഖം ഉണ്ടായി, കുറച്ചുകൂടി കിട്ടിയാൽ ഇത്രയും സുഖം കൂടുതൽ ഉണ്ടാവും എന്ന് നമ്മൾ അളക്കും. ആക്ച്വലി അത് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ഈ പായസം ഒരു ഗ്ലാസ് കുടിച്ചാൽ ഇത്രയും സുഖം ഉണ്ടാകുമെന്ന് തോന്നുന്ന ഒരാള് രണ്ടാമതൊരു ഗ്ലാസ് കുടിക്കുന്നു, കുറച്ച് കുറയുന്നു. ആദ്യം ആ സുഖം ഉണ്ടാകുന്നില്ല. മൂന്നാമതൊരു ഗ്ലാസ് കൂടി നിർബന്ധിച്ച് കുടിക്കുന്നു,
എന്നാ കൂടുതൽ സുഖം ഉണ്ടാവട്ടെ, വീണ്ടും അത് റെഡ്യൂസ് ആവും. നാലാമതൊരു ഗ്ലാസ് അതിലും നിർബന്ധിച്ച് കുടിക്കേണ്ടി വന്നാൽ ആള് സുഖമല്ല, പിന്നെ ദുഃഖിയാവും. ആരാണോ അങ്ങനെ നിർബന്ധിക്കുന്നത് അയാളുടെ ശത്രുവായിരിക്കും. എന്തിനായാലും നിർബന്ധിച്ച് കൊല്ലിക്കാൻ വിചാരിക്കുന്നത്, കൊല്ലാൻ വിചാരിച്ച് ചർച്ചയുണ്ടാവും. അപ്പൊ എന്താ സംഭവിച്ചത്? ഈ പായസമാണ് സുഖം കൊടുത്തിട്ട് പറയാൻ പറ്റില്ല. എമൗണ്ട് ഓഫ് ഹാപ്പിനെസ് ആ പായസത്തിലാണെന്ന് പറയാൻ പറ്റില്ല. എമൗണ്ട് ഓഫ് ഹാപ്പിനെസ് പായസത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പ്ലസ് പ്ലസ് ചെയ്ത് ഗുണമായിരുന്നു. അങ്ങനെ പോകുന്നില്ല. അതിന്റെ അർത്ഥം ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് പായസം കുടിക്കുന്നതും നമ്മൾ രുചിക്കുന്നതും നമ്മൾ ചെയ്യുന്നത് ഇതെല്ലാം കൂടി എവിടെയോ ആണ് സംഭവിക്കുന്നത്. ഏതോ ഒരു പോയിന്റിലാണ് സംഭവിക്കുന്നത്. ആ പോയിന്റിൽ നിന്നാണ് നമുക്ക് സംഭവിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കോ അതിനൊന്നും സുഖമില്ല. അപ്പൊ അങ്ങനെ ഒരു സുഖത്തിന്റെ മാത്ര നമുക്ക് സുഷുപ്തിയില് പറയാൻ പറ്റും അല്ലെ? എത്ര സുഖം നമ്മൾ അനുഭവിച്ചു എന്ന് പറയാൻ പറ്റും. നമ്മൾ എത്ര സമയം ഉറങ്ങിയെന്ന് പറയുന്നത് ഉണർന്നതിന് ശേഷം ക്ലോക്കിൽ നോക്കിയിട്ട് നമ്മൾ 10 മണിക്ക് കിടന്നു, അല്ലെങ്കിൽ 11 മണിക്ക് കിടന്നു, ഇത്രത്തോളം സമയം കിടന്നു, അത്രത്തോളം സമയം നമ്മൾ അറിഞ്ഞില്ല. നമ്മൾ അറിയാത്ത അവസ്ഥ ഉറങ്ങി എന്നൊന്നും കൽപ്പിക്കുന്നു. ആക്ച്വലി ഉറങ്ങിയത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നേരത്തെ ഞാൻ പറഞ്ഞ വിഷയം വെച്ച് നോക്കണം. വിഷയം വെച്ച് നോക്കിയാൽ മാത്രമേ അതിന്റെ വേവ്സ് എത്രത്തോളം താഴെ പോയി അതൊരു എന്താ പറയാ 1.5 മണിക്കൂർ ഗ്യാപ്പ് കിട്ടും. ഈ 1.5 മണിക്കൂറിന് ഓരോ സ്ലീപ്പായിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ 4 മണിക്കൂർ ഉറങ്ങിയാല് അതിൽ 3 സ്ലീപ്പ് പാറ്റേൺസ് ഉണ്ട്. 1.5 hours, 1.5 hours, 1.5 hours. ഈ 1.5 hours ശാസ്ത്രീയമായിട്ട് അങ്ങനെയാണ്. സ്ലീപ്പിലേക്ക് പ്രവേശനം എന്നൊരു 20-25 മിനിറ്റ് ഉണ്ടാവും. പിന്നെ സ്ലീപ്പിൽ പുറത്തേക്ക് വരിക 1.5 hours പ്രവേശനവും പുറത്തു വരുന്നു. അതിലൊരു 25-30 മിനിറ്റ്സ് പുറത്തു വരും. ഇതിനിടയ്ക്കുള്ള ഏതോ ഒരു കാല സമയത്താണ് ശരിക്കും ആക്ച്വൽ ഡീപ് സ്ലീപ്പ് ഉണ്ടാവും. അത് കുറച്ച് സമയമാണ്. പക്ഷെ അതാണ് എല്ലാ പ്രശ്നങ്ങളും സംഭവിക്കുന്നത്. എല്ലാ സിസ്റ്റവും ഓക്കെ ആക്കുന്നത്. അതുകൊണ്ടാണ് ഈ 1.5 മണിക്കൂർ വിട്ട് നമുക്ക് സ്ലീപ്പ് ചേഞ്ച് ഉണ്ടാവും. അതായത് നമ്മുടെ ശരീരം നമ്മൾ മാറ്റി, തല മാറ്റി, നമ്മൾ മറന്നു കിടക്കും. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഒരു സ്ലീപ്പ് കഴിയുമ്പോൾ, ഒരു സ്ലീപ്പിന്റെ റൗണ്ട് കഴിയുമ്പോഴാണ് ആ സ്ലീപ്പിലേക്ക് പ്രവേശിക്കുന്നത്. അങ്ങനെയാണ് ആക്ച്വലി നമുക്ക് ഒട്ടും സമയമില്ല. 1.5 മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ മതി, ഒട്ടും സമയമില്ലാതെ. അങ്ങനെ ഒരാള് 1.5 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിച്ചാലും അയാൾക്ക് പിന്നെയും 24 hours വർക്ക് ചെയ്യാൻ പറ്റും. ഈ 1.5 മണിക്കൂർ പറയുന്ന പോലെ ഡീപ് സ്ലീപ്പിൽ പോകാൻ കഴിയും. അല്ലെങ്കിൽ 3 മണിക്കൂറാകാം, 4 മണിക്കൂർ, ഇത്രയൊക്കെ ആവശ്യമുണ്ട്. അത്രയും കഴിയുമ്പോൾ നോർമലി നമ്മുടെ സിസ്റ്റം ഒക്കെ ചെയ്തു വരും. ബാക്കിയൊക്കെ ഡൈജഷൻ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്പെഷ്യലായിട്ട് അതൊരു വേറൊരു വിഷയം. ഈ സുഷുപ്തിയിൽ അനുഭവിച്ച സുഖത്തിന്റെ മാത്ര പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ മാത്രയിൽ സുഖം ഉണ്ടായി എന്ന് പറയും അല്ലെ? കാരണം മാത്ര കൂടുതൽ കുറവില്ല, ഒരേ സുഖം ഉണ്ടായി, ഒരേ മാത്രയിൽ സുഖം ഉണ്ടായി. ഈ ഒരേ മാത്ര എന്ന് പറഞ്ഞാൽ എന്ത് മാത്രയാണ്? തുടക്കവും ഒടുക്കവും ഇല്ലാത്തൊരു മാത്രയാണ്. എന്ന് പറഞ്ഞാൽ there is no starting, no ending. ആക്ച്വലി ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിങ് പോയിന്റ് നമ്മൾ അറിയില്ല. നമ്മൾ എപ്പോഴാണ് പ്രവേശിച്ചത് നമുക്കറിയില്ല, എപ്പോഴാണ് നമ്മൾ പുറത്തേക്ക് നമുക്കറിയില്ല. അപ്പൊ അതൊരു എൻഡ്ലെസ് പ്രോസസ്. എന്ത് ഈ ഡീപ് സ്ലീപ്പിൽ അനുഭവിക്കുന്ന അനുഭവം മാത്രം ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും അനുഭവിച്ചതായിട്ട് എല്ലാവരും ഒരേ മാത്രം. നേരത്തെ ഞാൻ മനുഷ്യന്റെ ഉദാഹരണം പറഞ്ഞു, എല്ലാവരിലും ഒരേ മാത്രയിൽ ഒരേ അനുഭവം ഉണ്ടായി എന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരിലും ഉണ്ടായത് കൊണ്ട് ഓരോരോ അനുഭവങ്ങളാണ്, ഓരോരുത്തരുടെയും സ്ലീപ്പ്. കാരണം ഓരോരുത്തരും ഓരോ സമയത്താണല്ലോ ഉറങ്ങുന്നത്. അപ്പൊ ഓരോ സമയത്ത് ഉറങ്ങുന്നതുകൊണ്ട് ഓരോരോ സ്ലീപ്പാണ്, ഓരോരോ ഡീപ് സ്ലീപ്പാണ്. അങ്ങനെ പറയണം. അങ്ങനെ പറയേണ്ട ആവശ്യം ഇല്ല. അതിന്റെ കാരണം എന്താ? ഈ ഡീപ് സ്ലീപ്പിന്റെ മാത്രമേ നമുക്കറിയില്ല, അതിന്റെ തുറക്കവും ഒടുക്കവും അറിയില്ല, ഇതൊന്നും അറിയാത്തത് കൊണ്ട് ഓരോ വ്യക്തിക്കും ഈ ഡീപ് സ്ലീപ്പ് ഡിഫറെന്റ് ഡീപ് സ്ലീപ്പ് ആണെന്ന് പറയേണ്ട കാര്യം വരുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എല്ലാവരും ഉറക്കത്തിൽ അനുഭവിക്കുന്നത് ഒരേ ഒരേ ആത്മാവ്. ഇതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്.
വേദാന്തത്തിന്റെ അദ്വൈത ജ്ഞാനത്തിന്റെ അനുഭവം, അല്ലെങ്കിൽ അദ്വൈത ജ്ഞാനം ഉണ്ട് എന്നുള്ള അനുഭവം വരുന്നത് ഇവിടെയാണ്. ഈ പറയുന്നതിന്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടില് അജ്ഞാനം എന്നൊരു സാധനം ഉണ്ട് എന്ന് ഓർമ്മയുണ്ട്. ഇത് നമ്മുടെ അനുഭവത്തിന്റെ ബേസിൽ പറയുന്നതാണ്. പെർമനന്റ് ആയിട്ട് കിട്ടാത്ത നമ്മുടെ അജ്ഞാനമുണ്ടാകും എന്ന് അവിടെ വയ്ക്കാം. പക്ഷേ ഈ അനുഭവം ഒന്നാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവണമെന്ന് ഞാൻ എന്തായി പറയുന്നത്? ഓരോ വ്യക്തികളും ഉറങ്ങുമ്പോ അവർക്ക് കിട്ടുന്ന, ഓരോ വ്യക്തിക്കും കിട്ടുന്ന സുഷുപ്തിയിലെ ഡീപ് സ്ലീപ്പിലെ ഹാപ്പിനെസ് എന്താണോ അത് ഒന്നാണ്, അദ്വൈതമാണ്. ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ പറ്റുക? അതൊരു പ്രൂഫ് അനുഭവമാണ്. ഇതെല്ലാം ഒന്നാണ് കാരണം ഓരോരുത്തരും ചോദിക്കുമ്പോൾ വേറെ വേറെ സമയങ്ങളിൽ ഓർമ്മയായിട്ടാണ് പറയുന്നത്, ഓരോ സമയങ്ങളിൽ ഓർമ്മ എന്താ പറയാ? ഇതെങ്ങനെയാണ് എല്ലാവർക്കും ഒരേ അനുഭവമാണ് ഉണ്ടായത് പ്രൂവ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, നമ്മൾ ഉറങ്ങി എഴുതി വെച്ച ഈ ഉറങ്ങി എഴുതി വന്ന ആൾക്കാർ ചോദിക്കും നന്നായിട്ട് ഉറങ്ങിയോ? വളരെ സിമ്പിൾ ആണ്, നന്നായിട്ട് ഉറങ്ങിയോ? അപ്പൊ അയാളെന്ന് പറയും നന്നായിട്ട്. ഈ ഒരു ചോദ്യം നന്നായിട്ട് ഉറങ്ങിയോ എന്നൊരു ചോദ്യം, അയാളുടെ ഉത്തരം നന്നായിട്ട് ഉറങ്ങി. അവിടുത്തെ സംവാദം കഴിഞ്ഞു. താങ്കൾ നന്നായിട്ട് എങ്ങനെയാ ഉറങ്ങിയത് എന്ന് ചോദിക്കാറുണ്ടോ? അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? അയാൾ പറഞ്ഞത് ഒരൊറ്റ ഉത്തരമാണ്, നന്നായിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ഈ നന്നായിട്ട് എങ്ങനെയാ ഉറങ്ങിയത് ഇത് നമ്മൾ ചോദിക്കാം. എന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? അതാണ് ഈ നന്നായിട്ട് ഉറങ്ങി എന്ന് പറയുന്ന ആ ശബ്ദത്തിന്റെ അർത്ഥം, ആ അനുഭവം എനിക്കുണ്ട്. അത് മാത്രമല്ല, എനിക്കുള്ള അനുഭവത്തിൽ നിന്ന് ഭിന്നമല്ലാത്ത അനുഭവമാണ് അയാൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഇയാൾക്ക് ഉറപ്പുണ്ട്. എത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ഇത് വളരെ പ്രത്യക്ഷമാണ്, വളരെ സരളമാണ്, സഹജമാണ്. ഇതാണ് വേദാന്തം പറയുന്നത്. ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് നമ്മൾ വേറെ 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 എന്ന് പറയുന്നത്? വേറെ വേറെ പറയുന്നത് സൈദ്ധാന്തിക നോക്കുന്നുണ്ട്. ഇവിടെ വന്ന അനുഭവത്തില് അയാൾ പറയുന്നത് സത്യമാണെന്ന വിശ്വാസത്തിൽ ഞാൻ നന്നായിട്ട് ഉറങ്ങിയെന്ന് ഒറ്റ വാക്കിൽ ഇയാളുടെ പൂർണ്ണമായ വിശ്വാസം ഉണ്ടാകുന്നത് അയാൾ നന്നായിട്ട് ഉറങ്ങി. കാരണം ഇയാൾ നന്നായിട്ട് ഉറങ്ങിയത് അയാൾക്ക് പറയാൻ. അപ്പൊ നന്നായിട്ട് ഉറങ്ങിയതിന് വ്യാഖ്യാനമില്ല. അവിടെ അനുഭവങ്ങൾ മാത്രമാണ്. ആ അനുഭവങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ആ അനുഭവങ്ങൾ ഒരേ അനുഭവം ആയതുകൊണ്ടാണ് അവിടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇല്ലാതെ എങ്ങനെ നന്നായിട്ട് ഉറങ്ങി, എങ്ങനെയായിരുന്നു നന്നായിട്ടുള്ള ഉറക്കത്തിന്റെ അനുഭവം എന്നൊന്നും ഞാൻ ചോദിക്കാം. എന്നാൽ ഒരാൾ നല്ല സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ ചോദിക്കും എന്താണ് ആ സ്വപ്നം എന്തായിരുന്നു? നല്ല സ്വപ്നം എനിക്ക് കൂടെ കേൾക്കാമല്ലോ എന്ന് നമ്മൾ ആകാംക്ഷയോട് ചോദിക്കും. അപ്പൊ അയാൾ സ്വപ്നം എന്താണ് സംഭവിച്ചത് സന്ദേഹം അതെല്ലാം കേൾക്കും. നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിച്ചു വീണ്ടും വീണ്ടും ചോദിക്കും. അതിന് കാരണം എന്താണ്? സ്വപ്നത്തിന്റെ അനുഭവം ഓരോ വ്യക്തിക്കും വേറെ വേറെയാണ്. കാരണം മനസ്സ് വേറെ വേറെയാണ്, ശരീരം വേറെ വേറെയാണ്, അയാൾ കാണാൻ സാധ്യതയുള്ള സ്വപ്നങ്ങളെല്ലാം വേറെ വേറെയാണ്. അപ്പൊ ഒരു ഐഡിയ ഇല്ല ഇയാൾ സ്വപ്നമാണ് കണ്ടിട്ട് കൊള്ളാമെന്ന് പറയുന്നത്. പക്ഷെ ഉറക്കത്തെ കുറിച്ച് അങ്ങനെയല്ല. കാരണം എന്താണ്? അതിൽ ഈ ഭേദബുദ്ധിക്ക് കാരണമായിട്ടുള്ള, ദ്വൈതത്തിന് കാരണമായിട്ടുള്ള ഒന്നും അവിടെ ഇല്ല എന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ കിട്ടിയെങ്കിൽ ഇതാണ് അദ്വൈത ജ്ഞാനത്തിന്റെ ബേസിക് തിങ്കിങ് പ്രോസസ്. ഇവിടുന്നാണ് ഈ അദ്വൈത ജ്ഞാനത്തിന്റെ തിങ്കിങ് തുടങ്ങുന്നത്. അതായത് ഈ ഒരു ഏകാത്മ അനുഭവം എല്ലാത്തിനും ഉണ്ട്. ഇത് പ്രപഞ്ചത്തേക്ക് ചേർന്നതാണ് വേറൊരു വിഷയമാണ്. അത് വിസ്തരിച്ച് പറയേണ്ടതാണ് കാരണഭാവം. ഈ അനുഭവമാണ് റിയൽ അദ്വൈത നോളജ്. ഇതിന് അജ്ഞാനമായിട്ടുള്ള ബന്ധനമുള്ളത് കൊണ്ടാണ് ഈ ഒരു ഒന്നസിന്റെ അനുഭവം നമുക്ക് ഉണ്ടാകാം. നമ്മുടെ ഓരോരുത്തരുടെ അജ്ഞാനവും ശരീരവും ബോധവും
ശരീരത്തോടുള്ള അഭിമാനം, സുഖവും ദുഃഖവും ഭിന്നമായിരിക്കുന്നത് കൊണ്ട് നമ്മൾ എപ്പോഴും മറ്റൊന്നിനെ കാണുമ്പോൾ വേറെയാണ് ഇയാൾ, വേറെയാണ് ഇയാൾ, ഇങ്ങനെയാണെന്ന് ചിന്തിക്കുന്നത് ആ ആകാരത്തിൽ അതിലേക്ക് നോക്കിയാണ്. അയാളുടെ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് ചിന്തിച്ച് അവിടെ അയാളുടെ അസ്തിത്വം എന്താണെന്ന് ചിന്തിച്ചാൽ അയാള് ദുഷ്ടനോ ശിഷ്ടനോ നല്ലവനോ ചീത്തയോ അല്ലെങ്കിൽ ജാതിയോ പിന്നെ വർഗമോ ഗോത്രമോ ബാധകതയോ ആ തലത്തിൽ അങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഇതൊരു സാധാരണ ഉദാഹരണം തന്നെ പായസത്തിന്റെ ഉദാഹരണത്തിന് പറഞ്ഞാൽ എല്ലാവരും ഒരു സദ്യ കഴിച്ച് പുറത്തു വരുമ്പോൾ ഇത് ഉദാഹരണമാണ് എല്ലാവരും പറഞ്ഞത്. അതിന് തെളിവാണ്. എല്ലാവരും ഒരു സദ്യ ഞാൻ കഴിച്ചു, നമ്മൾ പുറത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കും. അപ്പൊ എല്ലാവരും ഒരേ വിഷയം കഴിച്ചു, ഒരേ സദ്യ കഴിച്ചു, പായസം കഴിച്ച് പുറത്തു വന്നു. അപ്പൊ ആൾക്കാര് ഈ കല്യാണം ചടങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഇത് സമ്പാദിക്കാറുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു സമ്പാദിക്കാറുണ്ട് പറയുമ്പോൾ നല്ല പായസമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സ്വാദായിരുന്നു, നന്നായിരുന്നു. നന്നായിരുന്ന ഒരേ വാക്ക് മാത്രമാണ് എല്ലാവരും ചെയ്യും. കാരണം എന്താണ്? എല്ലാവരും ഒരേ പായസമാണ് കഴിച്ചത്. നന്നായിരുന്നു എന്ന് പറയുമ്പോ പരസ്പരം പറയുന്ന അതിൽ നിന്ന് അവിടെ എന്താണ് നന്നായിരുന്നത് അവർക്ക് ഓൾറെഡി അറിയാം. അതുകൊണ്ട് നന്നായിരുന്നത് എങ്ങനെ പരസ്പരം ചോദിക്കും. മനസ്സിലാക്കാം? നന്നായിരുന്നത് എങ്ങനെയെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ പായസം കഴിക്കാത്ത ഒരാളാണെങ്കിൽ അയാൾ ചോദിക്കും അതെന്തുകൊണ്ട് ഉണ്ടാക്കിയ പായസമായിരുന്നു, അതെന്തൊക്കെ ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് നന്നായത്? താങ്കൾ പറയുന്ന പോലെ ഇത്രയും നന്നായത് കാരണം എന്താണെന്ന് അയാൾ ചോദിക്കും. കഴിക്കാത്ത ഒരാളാണെങ്കിൽ, കഴിച്ച ഒരാളാണെങ്കിൽ അതിന് ചോദിക്കുകയും അതിന് കാരണം ഒരേ അനുഭവമാണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവിടെ സ്ഥാനം വരാതെ. അപ്പൊ അങ്ങനെ ഈ അദ്വൈതത്തിന്റെ ഏറ്റവും സരളമായ ഒരു രീതി എന്ന് പറയുന്നത് അദ്വൈത ജ്ഞാനവും വേദാന്ത ജ്ഞാനവും വേദാന്തം പഠിപ്പിക്കുന്നു പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ്. ഇപ്പൊ നമ്മൾ ചിന്തിച്ചത് ഈ ഷോർട്ട് ടൈമില് അദ്വൈതത്തിന്റെ ഒരു മൂലതത്വവും അതിന്റെ ഈശ്വരാദികളുടെ അസ്തിത്വവും അതിൽ നിന്ന് വരുന്നതും അതിനെ എങ്ങനെ നമ്മുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരും, നമ്മുടെ അനുഭവം എങ്ങനെയാണ് അതിലേക്ക് പോകുന്നതെന്നും നമ്മുടെ മരണമില്ലായ്മ എങ്ങനെയാണ്, മരണമാണെന്ന് ധരിച്ചു എന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണെന്നും ഭേദങ്ങൾ എവിടെയാണെന്നും അഭേദം എവിടെയാണെന്നും ഒക്കെയുള്ള ഒരു സമഗ്ര രൂപമാണ് ഇതിന് വന്നത്. അപ്പൊ സമഗ്ര രൂപം ഇതിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ പാർട്സ് ഡെവലപ്പ് ചെയ്യാണ്. അപ്പൊ ഇനി ഒരു വലിയ ക്വസ്റ്റ്യൻ ഇരിക്കുന്നത് എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഈ ആത്മാവിന് തന്നെ ഏതൊരു ആത്മാവിനെയാണ് നമ്മൾ അനുഭവിക്കുന്നത് ആ ആത്മാവിന്റെ ഈ പ്രപഞ്ചം എങ്ങനെ പ്രകടമായി എന്നുള്ളത് വലിയ ക്വസ്റ്റ്യൻ. അതിനെ കുറിച്ച് ശാസ്ത്രം അതിന്റെ രീതിയിൽ പ്രക്രിയയിൽ പറയുന്നു.